ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവ് നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന കർത്താവിൻ്റെ സൈന്യം മാലാഖമാരെ കുറിച്ചുള്ള ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരിയേറെ സ്നേഹത്തോടെ കർത്താവായ ഈശോയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് സാർവത്രിക സഭയിലെ മുഖ്യദൂതന്മാരുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. കർത്താവിൻ്റെ സഭയിൽ മുഖ്യദൂതന്മാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവിൻ്റെ മാലാഖമാരെ ശക്തരായ ദൂതരാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ശുശ്രൂഷയുള്ള ബന്ധത്തിൽ, തൊഴിൽ മേഖലകളിലെല്ലാം നിരന്തരം മാലാഖമാരുടെ സാന്നിധ്യവും സഹായവും ശുശ്രൂഷയും തേടുവാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിനങ്ങളിൽ മാലാഖമാരുടെ പ്രാധാന്യവും ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ദൂതരുടെ ശുശ്രൂഷയുടെ ആവശ്യകതയും അതിൻ്റെ മഹത്വവും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഈ 3-ാം ദിനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വലിയ പ്രാർത്ഥനയോടെ സ്വർഗം നൽകുന്ന വെളിപാടുകൾക്കായി, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രവചന സന്ദേശങ്ങൾക്കായി, ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ മുഖ്യദൂതരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ്, നമ്മൾ എപ്രകാരമാണ് മുഖ്യദൂതന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിലേക്ക്, ശുശ്രൂഷകളിലേക്ക്, സാത്താന്യ പോരാട്ടങ്ങളിലേക്ക്, ഇരുട്ടിന്റെ ശക്തികളിലേക്ക്, അന്ധകാര പീഡകളിലേക്ക് നമ്മൾ എപ്രകാരം മുഖ്യദൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കണം, അവരുടെ ശുശ്രൂഷയുടെ പവർ എന്താണ്, അവരുടെ ശുശ്രൂഷയുടെ മഹത്വവും പ്രാധാന്യവും എന്താണെന്ന് ഞാനും നിങ്ങളും അറിയുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കതിനായി തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. 91-ാം സങ്കീർത്തനം 11-12 വചനങ്ങളിൽ നമുക്കറിയാവുന്ന സങ്കീർത്തനമാണ് 91. നമ്മുടെ വിശ്വാസ യാത്രയിൽ കർത്താവിന്റെ മാലാഖമാരുടെ പങ്കിനെ കുറിച്ച്, കർത്താവിന്റെ ദൂതരുടെ ശുശ്രൂഷയുടെ പ്രാധാന്യത്തെ കുറിച്ച് ദൈവത്തിന് തിരുവെഴുത്ത് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നമുക്കറിയാവുന്ന തിരുവചന ഭാഗമാണ്. ദൈവദൂതന്മാരിലൂടെ കർത്താവ് നമുക്ക് നൽകുന്ന ആ ഡിവൈൻ പ്രൊട്ടക്ഷൻ, ദൈവത്തിന്റെ അസാധാരണമായ സംരക്ഷണം, കർത്താവിന്റെ മാലാഖമാരിലൂടെ സ്വർഗം നമുക്ക് നൽകുന്ന ഡിവൈൻ പ്രൊവിഡൻസ്, ദൈവത്തിന്റെ പരിപാലന, ദൈവം നൽകുന്ന പരിരക്ഷ, ദൈവത്തിന്റെ നടത്തിപ്പ്, ദൈവത്തിന്റെ നിയന്ത്രണം, ദൈവത്തിന്റെ ആധിപത്യം, ഇതെല്ലാം ഈ വചനം വിളിച്ചു പറയുകയാണ്. കർത്താവിന്റെ ദൂതന്മാരെ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ശത്രുവിന്റെ പോരുകളിൽ നിന്ന്, മാരകമായ മഹാമാരിയിൽ നിന്ന്, വേടന്റെ കെണികളിൽ നിന്ന്, പിശാച് വയ്ക്കുന്ന എല്ലാ തന്ത്രങ്ങളും ചതികളിൽ നിന്ന് കർത്താവിന്റെ മാലാഖമാരെ നിന്നെ സംരക്ഷിക്കുമെന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിൽ പൂർണ്ണമായി നമുക്ക് വിശ്വസിക്കാം. നമ്മൾ ഇതുവരെ ദർശിക്കാൻ കഴിയാത്ത വിധം, നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ പറ്റാത്ത വിധത്തിൽ എത്രയോ അതിശയകരമായി നമ്മൾ അറിഞ്ഞും അറിയാതെയും എത്രയോ പ്രാവശ്യം കർത്താവ് തന്റെ ദൂതന്മാരിലൂടെ നമ്മെ സംരക്ഷിച്ചു. പല അപകടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, മഹാമാരികളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, സാത്താന്റെ തിരിച്ചടികളിൽ നിന്ന്, പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന്, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന്, ഇരുളിന്റെ പിടിയിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ എത്രയെത്രയോ പ്രാവശ്യം കർത്താവ് തന്റെ ശക്തരായ ദൂതന്മാരിലൂടെ നമ്മെ സംരക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ ഓർത്ത് മനം തുറന്ന് ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവദൂതരുടെ ശുശ്രൂഷ, ഏഞ്ചലിക് മിനിസ്ട്രി,
മറ്റേത് നാളുകളെക്കാളും ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് കർത്താവ് അറിയിക്കുകയാണ്. ദൂതന്മാരുടെ ശുശ്രൂഷയെ കുറിച്ച്, ദൈവദൂതരുടെ സാന്നിധ്യം, അവരുടെ ഇടപെടൽ, അവരുടെ മധ്യസ്ഥം, ഇതെല്ലാം ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് വളരെ ആവശ്യമാണെന്ന് ത്രിയേകതയും അറിയുന്നുണ്ട്. നമ്മുടെ അമ്മ മാതാവ് മാലാഖമാരുടെ രാജ്ഞിയാണ്. പരിശുദ്ധ അമ്മ കർത്താവിന്റെ ദൂതന്മാരുമായി, സ്വർഗീയ ദൂതന്മാരുമായി നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ അമ്മയുടെ സാന്നിധ്യം നിറയുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോസ്തലനായ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. എഫെസസ്കാർക്ക് ഇത് ലേഖനം 5-ാം അധ്യായം 18-19 വചനങ്ങള്. അവിടെ എന്താ പരിശുദ്ധാത്മ പറയുന്നത്? ആത്മാവിനാൽ പൂരിതരാകുവീൻ, സങ്കീർത്തനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവീൻ. ഗാനാലാപനങ്ങളാൽ പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതരാകുക. കർത്താവ് നിരന്തരം നമ്മോട് ആവശ്യപ്പെടുന്നത് ആത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, പരിശുദ്ധാത്മാവിനാൽ നിറയുക, അവന്റെ സാന്നിധ്യത്താൽ നിറയുക, അവന്റെ ശക്തിയിൽ നിറയുക, അവന്റെ അഭിഷേകത്തിൽ നിറയുക. ഹോളി സ്പിരിറ്റ് നമ്മളങ്ങ് നിറയണം. നമ്മുടെ മുഴുവൻ കൺട്രോള് പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണം. എത്ര പേര് ഇത് ആഗ്രഹിക്കുന്നുണ്ട്? എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധാത്മ നിയന്ത്രണത്തിനായി, പരിശുദ്ധാത്മ നടത്തിപ്പിനായി, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി നമ്മെ തന്നെ പൂർണ്ണമായും ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മൾ എത്ര പേര് തയ്യാറാണ്? ആത്മാവിനാൽ പൂരിതരാകുവീൻ. കരങ്ങൾ അല്പം നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന്റെ സന്നിധിയിൽ. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്ക് സ്വർഗത്തിലേക്ക് കരം ഉയരട്ടെ. പരിശുദ്ധാത്മാവിൽ നിറയാൻ, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാ, പരിശുദ്ധാത്മ ശക്തിയാ, പരിശുദ്ധാത്മ സാന്നിധ്യത്താ, പരിശുദ്ധാത്മാവിന്റെ ജീവനാ, പരിശുദ്ധാത്മ ശക്തിയാ നമ്മൾ നിറയപ്പെടുവാൻ, പൂരിതരാകുവാൻ ആഗ്രഹിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഹോളി സ്പിരിറ്റ്, സ്നേഹത്തോടെ വിളിച്ച് പോരാ, ശക്തിയോടെ വിളിച്ച് വിളിച്ച് നമ്മുടെ കൂട്ടായ്മകളിലേക്ക് വിളിച്ച് സന്യാസ ഭവനങ്ങളിലേക്ക്, നമ്മളായിരിക്കുന്ന ദേശത്തിലേക്ക്, രാജ്യത്തിലേക്ക്, ദൈവത്തിന്റെ ആത്മാവിനെ വിളിക്കേ. കർത്താവിന്റെ മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, വിശുദ്ധ മിഖായേലേ, ഗബ്രിയേലേ, റാഫയേലേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Come Holy Spirit, move. Glory, glory, glory. Power, power, power. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെല്ലാവരും കരമടിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പാടണം. ഇത് ശക്തിയുടെ സമയമാണ്, ഡെലിവറൻസിന്റെ സമയമാണ്, സൗഖ്യത്തിന്റെ സമയമാണ്, മാനസാന്തരത്തിന്റെ സമയമാണ്, സ്വർഗം ഇടപെടുന്ന സമയമാണ്, കൃപാവരങ്ങൾ പകരപ്പെടുന്ന സമയമാണ്. റിലീസ്, റിലീസ്. ഗ്ലോറിയ, ഗ്ലോറിയ, ഗ്ലോറിയ. കരമടിച്ച് പാടുന്നു. ആമേൻ. ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. ഹോളി സ്പിരിറ്റ്, ആത്മശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, അഭിഷേകം പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും വിളിച്ച് സ്വർഗീയത്തിയെ, സ്വർഗീയത്തിയെ ദൈവത്തിന്റെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, പൈശാചിക മഴ പോലെ പീഡകള്, നാരിക പോരുകള്, പെയ്തിറങ്ങി വാ, തിന്മയുടെ ശക്തികള്, മഴ ഇരുട്ടിന്റെ പോലെ വ്യാപാരങ്ങള്, ആത്മാവിന്റെ പെയ്തിറങ്ങി ക്രിയ, വാ. അനുവേദമാകട്ടെ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ
പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. എല്ലാവരും ചേർന്ന് മഴ പോലെ പെയ്തിറങ്ങി വാ, ആഗ്രഹിച്ചു മഴ പാടുക. പോലെ പെയ്തിറങ്ങി വാ. ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്ക്. പരിശുദ്ധാത്മാവിന്റെ തീമ, പരിശുദ്ധാത്മാവിന്റെ തീ സാന്നിധ്യം, ശക്തി സാന്നിധ്യം, അഭിഷേക സാന്നിധ്യം, ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാവേ, Holy Spirit, Holy Spirit, Holy Spirit. സ്നേഹത്തോടെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിച്ച് ആത്മാവേ വരണമേ. പൈശാചിക കെട്ടുകള്, ധാർമ്മിക ബന്ധനങ്ങള്, തിന്മയുടെ ശക്തികള്, വിപരീത ശക്തികള്, എതിർ ശക്തികള്, ഇരുട്ടിന്റെ ശക്തികള്, അന്ധകാര ശക്തികള്, പരിശുദ്ധാത്മ ശക്തിയാൽ ചിഹ്നഭിന്നമാകട്ടെ. മുഖ്യ ദൂതന്മാരെ, റാഫയേലേ, ഞങ്ങളുടെ സാന്നിധ്യം തേടുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, കൂട്ടായ്മകളിലേക്ക് വരണമേ. മുഖ്യ ദൂതന്മാരെ, മുഖ്യ ദൂതന്മാരെ, ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാൻ പൊരുതണമേ വീണ്ടും. സാത്താൻ കോട്ടകൾ തകർത്തിടുവാൻ പൊരുതണമേ വീണ്ടും. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. മുഖ്യദൂത മിഖായേലേ, യുദ്ധം ചെയ്തിടണേ. സാത്താൻ കോട്ടകൾ തകർത്തിടുവാൻ പൊരുതണമേ വീണ്ടും. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. എന്റെ കാവൽ മാലാകെ ഉണർന്നെഴുന്നേൽക്കൂ. കോട്ടകൾ തീർത്തു കാവൽ നിൽക്കണമേ. കോട്ടകൾ തീർത്തു കാവൽ നിൽക്കണമേ, കാവൽ നിൽക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ചോ. മാലാഖമാരുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, മാലാഖമാരുടെ സന്തോഷത്തിന് വേണ്ടി ആഗ്രഹിച്ച്, പ്രത്യേകിച്ച് മുഖ്യദൂതന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ച്, മിഖായേലിനെ വിളിച്ച്, സ്വർഗത്തിന്റെ സൈന്യാധിപനാണ്, സ്വർഗത്തിന്റെ സൈന്യാധിപനാണ്, കർത്താവിന്റെ സൈന്യാധിപനാണ്. വിളിച്ചു പ്രാർത്ഥിക്ക്. അന്ധകാര പീഡകൾ, നമ്മുടെ കുടുംബങ്ങളിലുള്ള നാരിക ശക്തികള്, പൈശാചിക പീഡകള്, സാത്താൻ കോട്ടകള്, അവന്റെ അടിസ്ഥാനങ്ങള് മിഖായേലിന്റെ ശുശ്രൂഷയുടെ ശക്തിയാൽ തകർക്കപ്പെടട്ടെ, അഴിഞ്ഞു മാറട്ടെ, ചെതറിപ്പോകട്ടെ. വിശുദ്ധ മിഖായേലേ, ഗബ്രിയേലേ, ദൂതമായി വന്നിടണേ. സ്വർഗദൂത ഗബ്രിയേലേ, ദൂതമായി വന്നിടണേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വചനത്തിൻ അഭിഷേകവുമായി അരികിൽ വരേണമേ. വിശുദ്ധ റാഫേൽ മാലാഖേ ഇന്നു വന്നിടണേ. വിശുദ്ധ റാഫേൽ മാലാഖേ കടന്നു വന്നിടണേ. കുടുംബത്തെ തകർക്കും തിന്മകൾ മാറ്റാൻ വേഗം വരേണമേ. യുദ്ധം ചെയ്യണമേ, ചെയ്യണമേ. നമ്മൾ പരസ്പരം കരങ്ങളെന്ന് കോർത്ത് പിടിച്ച്, ഭവനത്തിലുള്ളവരെ, സമർപ്പിത സമൂഹങ്ങളിലുള്ളവരെ, നിങ്ങൾ ഏത് മേഖലയിലായിരുന്നാണോ, എവിടെയായിരുന്നാണോ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ അവിടെ കൈകൾ പരസ്പരം കോർത്ത് പിടിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ മാലാഖമാരുടെ രാജ്ഞിയായ അമ്മ മാതാവിൻ്റെ നിറഞ്ഞ സാന്നിധ്യം നമ്മുടെ ചുറ്റിനുമുണ്ട്. അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൈന്യം അണിനിരക്കുകയാണ്.
മുഖ്യദൂതന്മാരുടെ സാന്നിധ്യത്തിനും ശുശ്രൂഷയ്ക്കും മധ്യസ്ഥതയ്ക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മക്കളും കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രത്യേകിച്ച് വിശുദ്ധ മിഖായേലിന്റെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. മുഖ്യദൂതനായ, പ്രധാന ദൂതനായ, സ്വർഗത്തിന്റെ സൈന്യാധിപനായ, കർത്താവിന്റെ സൈന്യാധിപനായ വിശുദ്ധ മിഖായേലിന്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുക. വിശുദ്ധ മിഖായേലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. അന്ധകാര ശക്തികള്, പൈശാചിക പീഡകള്, നരകത്തിന്റെ സകലവിധ പിടുത്തങ്ങള്, പൈശാചിക അടിസ്ഥാനങ്ങള്, മന്ത്രവാദ ശക്തികള്, കൂടോത്ര ശക്തികള്, ആഭിചാര ശക്തികള്, ബ്ലാക്ക് മാസ് പവറുകള്, ബ്ലാക്ക് മാജിക് പവേഴ്സുകള് എല്ലാം വിശുദ്ധ മിഖായേലിന്റെ ശുശ്രൂഷ വഴി തകർക്കപ്പെടട്ടെ, നിർവീര്യമാകട്ടെ. കരങ്ങൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുക. മിഖായേലേ, ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ. ദൂതന്മാരെ സമർപ്പിച്ച് പാടുക. മുന്നിൽ നിന്നു നയിക്കൂ. സാത്താനെതിരായ അന്തിമ യുദ്ധത്തിൽ മുന്നിൽ നിന്നു നയിക്കൂ. വിജയം നൽകി യേശുവിന്റെ നാമത്തിൽ മിഖായേലിനോടൊന്ന് പറഞ്ഞേ. നമ്മളെ സേവിക്കുന്ന സേവകാത്മാക്കളാണ് കർത്താവിന്റെ ദൂതന്മാര്. വിജയം നൽകി ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ വിളിച്ച്, മിഖായേലേ, ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ. മിഖായേലേ, ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ. സാത്താനെതിരായ അന്തിമ യുദ്ധത്തിൽ മുന്നിൽ നിന്നു നയിക്കൂ. വിജയം നൽകി നയിക്കൂ. വിജയം നൽകി നയിക്കൂ. ആമേൻ കർത്താവേ, വിജയം നൽകി നയിക്കൂ. മിഖായേലേ, വിജയം നൽകി നയിക്കൂ. വിശുദ്ധ ഗബ്രിയേലേ, വിജയം നൽകി നയിക്കൂ. വിശുദ്ധ റാഫയേലേ, വിജയം നൽകി കർത്താവിന്റെ സകല മാലാഖമാരെ വിജയം നൽകി നയിക്കൂ. മാലാഖമാരുടെ രാജ്ഞിയായ അമ്മ മാതാവേ, കർത്താവിന്റെ ദൂതന്മാരുമായി ഞങ്ങളുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സമൂഹങ്ങളിൽ, ദേശങ്ങളിൽ, ഞങ്ങളായിരിക്കുന്ന രാജ്യങ്ങളിൽ, ഷെക്കേനയുടെ ഈ ഷൂട്ടിംഗ് ഫ്ലോറിൽ അമ്മേ, സ്വർഗത്തിന്റെ മാലാഖമാരുമായി അമ്മ വരേണമേ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. സ്വരമുയർത്തി ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞേ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വസ്ഥമായിട്ട് ഇരിക്കാം. ഒരിക്കൽ കൂടെ മുഖ്യദൂതന്മാരുടെ തിരുനാൾ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരിയേറെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, രക്ഷാകര ചരിത്രത്തിലും സഭയുടെ പ്രവർത്തനങ്ങളിലും മാലാഖമാർക്ക് വലിയ നിർണായകമായ പങ്കാണ് പരിശുദ്ധ ത്രിത്വം നൽകിയിരിക്കുന്നത്. നമ്മൾ ആദ്യ ദിനത്തിൽ കണ്ടതാണെങ്കിലും നമുക്കതൊന്ന് കണ്ട് എന്താണ് സഭ മാലാഖമാരെ കുറിച്ച് പറയുന്നത്? ആരാണ് മാലാഖമാരെ? എന്താണ് അവരുടെ പ്രത്യേകത? കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 328 ഖണ്ഡികയിൽ സഭ പഠിപ്പിക്കുകയാണ് ആരാണ് മാലാഖമാർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന രൂപികളും
അശരീരികളുമായ സൃഷ്ടികൾ ഉണ്ടെന്നത് വിശ്വാസത്തിലെ ഒരു സത്യമാണ്. ഈ കാര്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ സാക്ഷ്യവും പാരമ്പര്യത്തിന്റെ ഏകകണ്ഠമായ അഭിപ്രായം ഒരുപോലെ വ്യക്തമാണ്. മാലാഖമാർ എന്ന് വിശുദ്ധ ഗ്രന്ഥം വിളിക്കുന്ന അശരീരികള് നമ്മളെപ്പോലെ ശാരീരികമായ ശരീരമില്ല, അവർക്ക് ആത്മശരീരമാണ്. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. മാലാഖമാരുടെ അസ്തിത്വത്തെ, നിലനിൽപ്പിനെ തിരുസഭയുടെ പ്രബോധനം സ്ഥിരീകരിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ ജീവിതത്തിൽ, അമ്മമാതാവിന്റെ ജീവിതത്തിൽ, പ്രവാചകരുടെ ജീവിതത്തിൽ, സ്ലീഹന്മാരുടെ ജീവിതത്തിൽ, പഴയ നിയമത്തിലെ പൂർവ്വപിതാക്കന്മാരുടെ ജീവിതത്തിൽ, സഭയിലെ വിശുദ്ധാത്മാക്കളുടെ ജീവിതത്തിൽ മാലാഖമാരുടെ ശക്തമായ ഇടപെടലും അവരുടെ ശുശ്രൂഷയും പ്രവർത്തനങ്ങളൊക്കെ ധാരാളം നമുക്ക് കാണുവാനായിട്ട് കഴിയും. യുവജന മതബോധന ഗ്രന്ഥം യുകേറ്റിൽ വീണ്ടും തിരുസഭ പഠിപ്പിക്കുകയാണ്. 54ാമത്തെ ക്വസ്റ്റ്യനായി യുകേറ്റിൽ എന്താണ് സഭ പറയുന്നത്? മാലാഖമാർ ദൈവത്തിന്റെ സൃഷ്ടികളാണ്. അവർ തികച്ചും അതിഭൗതിക സൃഷ്ടികളാണ്. അവർക്ക് ധാരണ ശക്തി, ഇച്ഛാശക്തിയുണ്ട്. അവർക്ക് ശരീരമില്ല, മരിക്കാനാവുകയുമില്ല. സാധാരണഗതിയിൽ ദൃശ്യരുമല്ല. അപ്പൊ ശ്രദ്ധിക്കണം, അവർ സ്ഥിരം ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യരെ അറിയിക്കുന്നു. ദൈവത്തിനുള്ള സംരക്ഷണം മനുഷ്യർക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിക്കണമേ, മാലാഖമാര് കെട്ടുകഥയല്ല, വെറുമൊരു സങ്കല്പമല്ല, ഭാവന സൃഷ്ടിയല്ല. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണെന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം പഠിപ്പിക്കുകയാണ്. ഇച്ഛാശക്തിയുണ്ട്, ഗ്രഹണശക്തിയുണ്ട്, ചിന്തിക്കാൻ കഴിയും, പ്രവർത്തിക്കാൻ കഴിയും. ഇപ്പൊ ദൈവമക്കളെ, ഇതെല്ലാം മാലാഖമാരുടെ സവിശേഷതകളാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, സഭാ ചരിത്രത്തിൽ മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മളായിരിക്കുന്ന ഈ നാളുകളിൽ കർത്താവിന്റെ മാലാഖമാർക്ക് വലിയ പ്രാധാന്യമുണ്ട്. മഹാക്ലേശത്തിന്റെ നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പൗലോസ് പറയുന്നുണ്ട്, തിമോഥെയോസിന്റെ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 1-ാം വചനം, ഈ കാലഘട്ടം എന്താ ദൈവമക്കളെ? ഇത് ക്ലേശത്തിന്റെ നാളുകളാണ്, കഷ്ടതയുടെ നാളുകളാണ്, വേദനയുടെ നാളുകളാണ്. വിശ്വാസത്യാഗത്തിന്റെ, ദൈവദൂഷണത്തിന്റെ, ദൈവനിന്ദനത്തിന്റെ, അഹങ്കാരത്തിന്റെ, ഗർവിന്റെ, വിശ്വാസത്യാഗത്തിന്റെ നാളുകളാണ്. പൗലോസ് പറയാ, എന്താ പൗലോസ് പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ, അവസാന ദിനങ്ങളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലളിത പറഞ്ഞേ, ക്ലേശപൂർണമായ സമയങ്ങൾ. പറഞ്ഞേ, ക്ലേശപൂർണമായ സമയങ്ങൾ. വിശുദ്ധ പൗലോസ് പ്രവചനാത്മാവിൽ സഭ മക്കളെ പഠിപ്പിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് എത്തുമ്പോൾ അവസാന ദിനങ്ങളിൽ കഷ്ടതയുടെ ദിനങ്ങൾ വരും, മഹാക്ലേശത്തിന്റെ ദിനങ്ങൾ വരും. വിശ്വാസത്യാഗത്തിന്റെ, ദൈവദൂഷണത്തിന്റെ, ദൈവനിന്ദനത്തിന്റെ, അഹങ്കാരത്തിന്റെ, വഴിവിട്ട ലൈംഗിക അരാജകത്വത്തിന്റെ, ജഡീകതയുടെ, സകലവിധ വെറിക്കുത്തുകളുടെ ദിനങ്ങൾ വരുമെന്ന് വിശുദ്ധ പൗലോസ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് പരിശുദ്ധാത്മാവിൽ സഭയെ പഠിപ്പിക്കുകയാണ്. ക്ലേശപൂർണമായ സമയങ്ങൾ. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്ന ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രത്യാശിക്കാൻ വകയുണ്ടോ? സന്തോഷിക്കാൻ വകയുണ്ടോ? ലോകം മുഴുവൻ അത്രമാത്രം കറപ്റ്റഡായി, ദുഷിച്ചുപോയി. വിശുദ്ധ യോഹന്നാൻ സഭയോട് പറയുന്നു, താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 19-ാമത്തെ വചനത്തിൽ എന്താണ് ശ്ലീഹ പറയുന്നത്? നാം ദൈവത്തിനുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടനായ പിശാചിന്റെ, ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും നാം അറിയുന്നു. ശ്രദ്ധിച്ചേ, ഈ ലോകം മുഴുവൻ പിശാചിന്റെ പിടിയിലാണ്. അതുകൊണ്ടാണ് ദൈവമക്കളെ വിശ്വാസം മങ്ങിപ്പോകുന്നു, കുടുംബങ്ങൾ താറുമാറാകുന്നു, വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു, വഴിവിട്ട ലൈംഗികതകൾ പെരുകുന്നു,
വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നു, ദൈവദൂഷണം പെരുകുന്നു, ദൈവമില്ല എന്ന് ആ നിരീശ്വരവും അതുപോലെ തന്നെ ഭൗതികവാദവും റിലേറ്റീവിസവും എല്ലാം ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നു. ന്യൂ ഏജ് മൂവ്മെന്റുകള്, ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ആത്മീയതകള്, ഇതെല്ലാം ഇന്ന് ഒരു പ്രളയം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുക ലോകത്തില്. എന്താ ഇതിന്റെ കാരണം? ലോകം മുഴുവൻ ദുഷ്ടനായ പിശാചിന്റെ പിടിയിലാണ്. ലോകരാജ്യങ്ങളിൽ പാപകരമായ നിയമങ്ങൾ പാസാക്കുന്നു. ദയാവധത്തിന് നിയമം, സ്വവർഗ വിവാഹത്തിന് നിയമം, അബോർഷന്റെ നിയമം, കർത്താവിന്റെ വചനത്തെ ചവിട്ടിക്കളയുന്ന, കർത്താവിന്റെ സുവിശേഷ സത്യങ്ങൾക്ക് വിരുദ്ധമായ പാപകരമായ പൈശാചികമായ നിയമങ്ങൾ ലോകരാജ്യങ്ങൾ പാസാക്കുന്നു. എന്തുകൊണ്ട്? വേദവസം പഠിപ്പിക്കുക, ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ വലയത്തിലാണ്, അവന്റെ സ്വാധീനത്തിലാണ്. ഈ സ്വാധീനത്തിന്റെ പ്രതിഫലനങ്ങളാണ് എന്റെ സഹോദരി സഹോദരങ്ങളെ നമ്മൾ ഈ ലോകത്തിൽ കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മാലാഖമാരുടെ സാന്നിധ്യം വേണം, മുഖ്യദൂതരുടെ സഹായം വേണം. ഈ അന്ധകാരത്തിന്റെ നാളുകളിൽ, വിശ്വാസത്യാഗത്തിന്റെ ദിനങ്ങളിൽ, മഹാകഷ്ടതയുടെയും ക്ലേശത്തിന്റെയും ദിനങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ, മുഖ്യദൂതരുടെ സഹായം, അവരുടെ ശുശ്രൂഷ നമുക്ക് കൂടിയേ തീരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ടും കഴിവ് കൊണ്ടൊന്നും ഈ വിശ്വാസ യാത്ര വിശ്വസ്തയോടെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്ന് നമ്മേക്കാൾ എത്രയധികമായി നമ്മുടെ കർത്താവിനറിയാം. അതുകൊണ്ടാണ് നമുക്ക് സ്വർഗം മാലാഖമാരെ തന്നത്, മുഖ്യദൂതന്മാരെ നൽകിയത്. വിശുദ്ധ മിഖായേലിനെയും വിശുദ്ധ ഗബ്രിയേലിനെയും റാഫേലിനൊക്കെ അതുകൊണ്ട് ദൈവം തന്നത് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ അമ്മ മാതാവ് വന്യവൈദികനായ ഫാദർ സ്റ്റെഫാനോ ഗോപി ഒരു വിശുദ്ധനായ വൈദികനാണ്. അമ്മ മാതാവ് ഈ വന്യവൈദ്യന് വെളിപ്പെടുത്തി കൊടുത്തു ഒരു വലിയ സത്യമുണ്ട്. മഹാക്ലേശത്തിന്റെ നാളുകളിൽ ദൈവം പ്രത്യേകമായി നമുക്ക് തന്നിരിക്കുന്ന മുഖ്യദൂതന്മാര് 3 മാലാഖമാരെ, അവരുടെ ദൗത്യം, അവരുടെ പ്രത്യേകത അമ്മ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ശ്രദ്ധിക്കാം. മഹാക്ലേശത്തിന്റെ ദൂതന്മാര് ആരൊക്കെയാ? സ്ക്രീനിലോട്ട് നോക്കിയ നിങ്ങള്. 1 വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ മിഖായേൽ, വിശുദ്ധ റാഫയേൽ. വിശുദ്ധ റാഫയേൽ. എന്താണ് ഈ മുഖ്യദൂതരുടെ പ്രത്യേകത? അമ്മ മാതാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഫാദർ സ്റ്റെഫാനോ ഗോപിക്ക്. നിങ്ങൾ ശ്രദ്ധയോടെ സ്ക്രീനിൽ ഒരുമിച്ച് വായിക്കണം. ഇത് സ്വർഗത്തിന്റെ പ്രവചനമാണ്, ഇത് സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലുകളാണ്. നമ്മുടെ അമ്മ മാതാവ് സ്വർഗത്തിന്റെ സന്ദേശങ്ങള് ഈ കാലഘട്ടത്തിലെ ദൈവജനം എപ്രകാരം മാലാഖമാരെ വിളിക്കണം, അവിടെ മാധ്യസ്ഥം തേടണം, അവിടെ ശുശ്രൂഷയെ കുറിച്ച് അറിയണം എന്ന് സ്വർഗം ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന ഈ ആത്മീയ സമ്പത്തുകൾ നമ്മൾ അറിയാതെ പോകരുത്. പലപ്പോഴും നമ്മുടെ ദുരാവസ്ഥ എന്താണെന്നറിയോ? കയ്യിൽ നല്ല സ്വർണ്ണ തളിക ഇരിക്കണേ, നല്ല സ്വർണ്ണ തളിക കയ്യിലിരിക്കുന്ന സ്വർണ്ണ തളികയാണെന്ന് അറിയാതെ നമ്മള് പിച്ച തണ്ടി നടക്കുക. വലുതും തരണേ തരണേ എന്നും പറഞ്ഞ് നമ്മൾ ആരോടാണ് ഭിക്ഷ യാചിക്കുന്നത്? അവരെക്കാൾ എത്ര വലിയ സമ്പന്നര നമ്മള്. പക്ഷെ കയ്യിൽ സ്വർണ്ണ പാത്രമാണ്, സ്വർണ്ണ തളികയാണെന്ന് അറിയാൻ പാടില്ല. ഈ അജ്ഞതയാണ് ദൈവമക്കളെ ഇന്ന് നമ്മളെ ആത്മീയമായി ശുഷ്കതയിലേക്ക് നയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. Where there is no revelation, the people perish എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. വെളിപാടില്ലാത്തിടത്ത്, ശരിയായ ജ്ഞാനമില്ലാത്തിടത്ത് ജനം നശിക്കുന്നു, ജനം നശിക്കുന്നു. ഇന്ന് നമ്മുടെ നാശത്തിന്റെയും നമ്മുടെ ബലക്ഷയത്തിന്റെയും ഒരു അടിസ്ഥാന കാരണം നമ്മുടെ അജ്ഞതയാണ് ദൈവമക്കളെ. കർത്താവ് സഭയിലൂടെ നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന നന്മകള്, സമ്പന്നത, നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള അവകാശങ്ങള് നമുക്കറിയാൻ പറ്റുന്നില്ല. നമ്മളിങ്ങനെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടക്കുന്നത് പോലെ നടക്കുകയാണ്. എന്താണ് അമ്മ മാതാവ് ഈ ദൂതന്മാരെ കുറിച്ച് പറഞ്ഞത്? നമുക്ക് ശ്രദ്ധിക്കാം. മാലാഖമാരെ കുറിച്ച് അമ്മ പറഞ്ഞു, ഈ അവസാന കാലങ്ങളിൽ
ഈ ദൂതന്മാരുടെ ദൗത്യത്തെ പറ്റി പരിശുദ്ധ മറിയം ഫാദർ സ്റ്റെഫാനോ ഗോപിയോട് വെളിപ്പെടുത്തുന്നു. വിശുദ്ധ ഗബ്രിയേൽ, വിശുദ്ധ റാഫയേൽ, വിശുദ്ധ മിഖായേൽ എന്നിവർ നിങ്ങളുടെ കാലത്തിന്റെ ദൂതന്മാരാണ്. ഹല്ലേലൂയ പറഞ്ഞേ. മറ്റേത് കാലഘട്ടത്തെക്കാളും ഈ ക്ലേശകരമായ ദിനങ്ങളിൽ, കഷ്ടതയുടെ നാളുകളിൽ, വേദനയുടെ ഈ നാളുകളിൽ നമുക്ക് കൂട്ടിനായി തന്നിരിക്കുന്ന മുഖ്യ ദൂതന്മാരെ നമ്മൾ അറിയാതെ പോകരുതേ. ഇവർ നിങ്ങളുടെ കാലത്തിന്റെ ദൂതന്മാരാണ്. തുടർന്ന് എന്താണ് അമ്മ മാതാവ് പറഞ്ഞത്? അവർ ഈ അന്ത്യകാല ശുദ്ധീകരണത്തിന്റെയും മഹാക്ലേശത്തിന്റെയും ദൂതന്മാരാണ്. അവർ നിങ്ങളുടെ കാലത്തിന് ദൂതന്മാരാണ്. പരിരക്ഷയുടെയും മഹാപ്രകടനത്തിന്റെയും കാലത്തെ ഒരു പ്രത്യേക കർത്തവ്യം ഞാൻ അവരെ അമ്മ ആരാ? ശ്രദ്ധിച്ചേ, നമ്മുടെ അമ്മ ആരാ? മാലാഖമാരുടെ രാജ്ഞിയാണ് അമ്മ മാതാവ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. മാലാഖമാരുടെ രാജ്ഞി. അമ്മ ഒരു കാര്യം പറഞ്ഞു മിഖായേൽ അപ്പ അനുസരിക്കും. അമ്മ ഒരു കാര്യം പറഞ്ഞു ഗബ്രിയേൽ അപ്പ അനുസരിക്കും. നമ്മുടെ അമ്മ മാതാവ് ഒരു കാര്യം പറഞ്ഞാൽ ഉടനെ അത് കേൾക്കാൻ വേണ്ടി വിശുദ്ധ റാഫയേൽ ഇങ്ങനെ കാത്തു നിൽക്കുക. സകല മാലാഖമാരും കർത്താവിന്റെ, കാരണം അവൾ മാലാഖമാരുടെ രാജ്ഞിയാണ്. അവരെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. എന്താണ് അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം? നമുക്ക് പെട്ടെന്ന് പോകാം. എന്റെ വിമല ഹൃദയത്തിന്റെ സുരക്ഷിതമായ അഭയസ്ഥാനത്തിൽ വിശ്വസ്തരായി നിലകൊള്ളുന്ന ആത്മാക്കളെ പരിപാലിച്ച് ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടേണ്ട കർത്തവ്യം അവർക്കാണ്. കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കൾ ഈ ലോകത്തിലെ പല ഭാഗം ചെതറിക്കിടപ്പുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തരായ ആത്മാക്കള്, കർത്താവിന്റെ വിക്ടിം സോൾസ്, അവർ ലോകത്തിലെ പല ദിക്കുകളിൽ ചെതറിക്കിടക്കുന്നുണ്ട്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, കർത്താവിന്റെ പ്രത്യാഗമനം അടുക്കുന്ന നാളുകളിൽ ചെതറിക്കിടക്കുന്ന ഈ വിശ്വസ്തരായ ആത്മാക്കളെ എല്ലാം ഈ ദൂതന്മാരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. അവരാണ് അമ്മ മാതാവിന്റെ സൈന്യം. അവരാണ് മരിയൻ സൈന്യം, വിശ്വസ്തരായ ആത്മാക്കൾ. തുടർന്ന് അമ്മ പറയുകയാണ്. എന്താ അമ്മ പറയുന്നത്? ശ്രദ്ധിച്ചേ. അവർ നിങ്ങളുടെ കാലങ്ങളിൽ ദൂതന്മാരാണ്. എല്ലാറ്റിലും ഉപരി മുദ്രിത ഗ്രന്ഥത്തിൽ വിവരിക്കപ്പെട്ടിരിക്കുന്ന അന്ത്യകാല സംഭവങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്ന ദൂതന്മാർ അവരാണ്. അപ്പൊ മുഖ്യ ദൂതന്മാരെ നമ്മൾ കൂട്ടിപ്പിടിച്ച് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആത്മീയ രഹസ്യങ്ങൾ, സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ അവർ പറഞ്ഞു തരും. പ്രവാചകനായ ദാനിയേൽ പ്രവാചകനെ ദൈവിക രഹസ്യങ്ങൾ പകർന്നു കൊടുക്കാൻ ആരാ വന്നത്? വിശുദ്ധ ഗബ്രിയേലാണ്. നാളെ നമ്മൾ അതിനെ കുറിച്ച് കാണും. ഹല്ലേലൂയ. സ്വർഗത്തിന്റെ രഹസ്യങ്ങൾ, സ്വർഗീയ വെളിപാടുകൾ, ആത്മീയ മർമ്മങ്ങളെല്ലാം മുഖ്യ ദൂതന്മാർക്കറിയാം. തുടർന്ന് അമ്മ പറയുകയാണ്. എന്താ അമ്മ പറയുന്നത്? വിശുദ്ധ മിഖായേലിനെ കുറിച്ചാണ് പറയുന്നത്. നമുക്കത് വേഗത്തിൽ ശ്രദ്ധിക്കാം. സാത്താന്റെയും തിന്മയുടെയും വിശാലമായ തോതിൽ ഏക മഹാശക്തിയായി ദൈവത്തിനും അവിടുത്തെ ക്രിസ്തുവിനുമെതിരായി സംഘടിതമായിരിക്കുന്ന എല്ലാ തിന്മകൾക്കെതിരെ എന്റെ വിശ്വസ്ത മക്കളുടെ സംഘത്തെ യുദ്ധത്തിൽ നയിക്കുവാനുള്ള ചുമതല മുഖ്യദൂതനായ മിഖായേലിനെ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. മിഖായേലിനാണ് യുദ്ധം നയിക്കുവാനുള്ള ചുമതല, ദൈവജനത്തിന്റെ ചുമതല. സ്വർഗത്തിന്റെ സൈന്യാധിപൻ, ദൈവജനത്തിന്റെ സംരക്ഷകൻ, ദൈവജനത്തിന്റെ ഗാർഡിയനാണ് സെന്റ് മൈക്കിൾ. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയൊരു ഉത്തരവാദിത്തയും കൊടുത്തിരിക്കുന്നത്. ഇനി വിശുദ്ധ റാഫയേലിനെ കുറിച്ച് എന്താണ് അമ്മ മാതാവ് പറയുന്നത്? അവസാന നാളുകളിൽ റാഫയേലിനെ കുറിച്ച് മഹായുദ്ധത്തിൽ, സാത്താനെതിരായി അന്തിമ യുദ്ധത്തിൽ, ഈ നിർണായക യുദ്ധത്തിൽ അമ്മ പറയാണ്, ആ യുദ്ധത്തിൽ രോഗാസ്തരെയും മുറിവേറ്റവരെയും സുഖപ്പെടുത്തുവാനും നിങ്ങളെ സഹായിക്കുവാനുമായി ഒരു സ്വർഗീയ വൈദ്യനായ, സ്വർഗത്തിന്റെ ഡോക്ടറാണ് സെന്റ് റാഫയേൽ. ഒരു സ്വർഗീയ വൈദ്യനായി പങ്കെടുക്കുന്ന ദൗത്യമാണ് മുഖ്യദൂതനായ റാഫയേലിനെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. പക്ഷെ റാഫയേൽ മാലാഖയെ കുറിച്ച്, ആ ശുശ്രൂഷയെ കുറിച്ചൊക്കെ നാളെ നമ്മൾ ധ്യാനിക്കും. ഹല്ലേലൂയ. തോബീത്തിനെ കാഴ്ച കൊടുത്തതുപോലെ
പാപങ്ങളാലും തെറ്റുകളാലും നിങ്ങളുടെ ദിവസങ്ങളിൽ വലിയ അന്ധകാരത്താലും അന്ധരാക്കപ്പെട്ട എന്റെ ദശലക്ഷം സാധു മക്കൾക്ക് അവൻ കാഴ്ച നൽകും, ആത്മീയ അന്ധത മാറ്റും. അങ്ങനെ അവൻ ഒരിക്കൽ കൂടെ സത്യത്തിന്റെ ദൈവിക പ്രതാപം വിശ്വസിക്കുകയും ധ്യാനിക്കുകയും ചെയ്യും. ഇനി വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ച് എന്താണ് അമ്മ പറഞ്ഞിരിക്കുന്നത്? വിശുദ്ധ ഗബ്രിയേലിനെ കുറിച്ച് ലോകത്തിൽ തന്റെ രാജ്യം പുനഃസ്ഥാപിക്കാൻ യേശു മഹത്വത്തിൽ മടങ്ങി വരുന്നത്, കർത്താവിന്റെ രണ്ടാം വരവ്, കർത്താവിന്റെ സെക്കൻഡ് കമ്മിങ് പ്രഖ്യാപിക്കുക എന്ന മഹാകർത്തവ്യമാണ് മുഖ്യദൂതനായ ഗബ്രിയേലിനെ വരമേൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവിന്റെ രണ്ടാം വരവിനായി ലോകത്തെ സഭയെ ഒരുക്കുവാനുള്ള പ്രവചന സന്ദേശങ്ങൾ, പ്രവചന ദൂതുകൾ വിശുദ്ധ ഗബ്രിയേലിനാണ് സ്വർഗമേൽപ്പിച്ചിരിക്കുന്നത്. മാതാവ് പറയാണ്, എന്റെ മകന്റെ ആദ്യ വരവിന്റെ സ്വർഗീയ വിളംബരം അവനിലൂടെ വന്നതുപോലെ യേശുവിന്റെ മഹത്വപൂർണമായ രണ്ടാം വരവിന്റെയും തേജസ്വിയായ സന്ദേശവാഹകൻ ഒരിക്കൽ കൂടെ അവനായിരിക്കും. ഒരിക്കൽ കൂടെ വിശുദ്ധ റാഫേൽ, വിശുദ്ധ ഗബ്രിയേൽ ആയിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഖ്യദൂതന്മാരുടെ ഈ തിരുനാൾ ദിനത്തിൽ തന്നെ മുഖ്യദൂതന്മാർക്ക് സ്വർഗം കൊടുത്തിരിക്കുന്ന ഈ ദൗത്യങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം ദൈവമക്കളെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മുഖ്യ ദൂതനായ വിശുദ്ധ മിഖായേലിനെ കുറിച്ചാണ്. നമുക്ക് വളരെ പ്രാർത്ഥനാപൂർവ്വം ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഒന്ന് നിങ്ങളൊന്ന് പരസ്പരം ഒന്ന് കോർത്ത് പിടിച്ച ആ വരികൾ ഒരിക്കൽ കൂടെ ഒന്ന് ചേർന്ന് പാടി. ഈശോ മുഖ്യദൂത് പഠിക്കുമോനെ. മീഖായേലേ ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ, സാത്താനെതിരായ അന്തിമയുദ്ധത്തിൽ മുന്നിൽ നിന്നു നയിക്കൂ, വിജയം നൽകി നയിക്കൂ, വിജയം നൽകി നയിക്കൂ. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ മിഖായേലിന്റെ ശുശ്രൂഷയെ കുറിച്ച് ഒരു പ്രവചനം പോലെ മാർപ്പാപ്പ പറയുകയാണ്. നമുക്ക് ആ മാർപ്പാപ്പയുടെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ച് മിഖായേലിനെ കുറിച്ചുള്ള ദൈവചിന്തകൾ ധ്യാനിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേൽ ഇന്നും തന്റെ പ്രധാന ദൗത്യമായി പിശാചിനെതിരായുള്ള പോരാട്ടം തുടരുകയാണ്. എന്തെന്നാൽ പിശാച് ലോകത്തിൽ സജീവമായി തന്റെ പ്രവർത്തനം തുടരുകയാണ്. പിശാച് തന്റെ പ്രവർത്തനം ലോകത്തിൽ സജീവമായി തുടരുന്നത് കൊണ്ട് അതിനേക്കാൾ സജീവമായി വിശുദ്ധ മിഖായേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ, എത്ര കൃത്യമായ വാക്കുകളാണ് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടേത്. നമ്മൾ ശ്രദ്ധിക്കണം. വിശുദ്ധ മിഖായേൽ എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ ദൈവത്തെ പോലെ ആരാണ് ഉള്ളത്, ഇതാണ് ആ വാക്കിനർത്ഥം. മിഖായേൽ എന്നുള്ള വാക്കിനർത്ഥം ദൈവത്തെ പോലെ ആരാണ് ഉള്ളത്. എന്റെ സഹോദരങ്ങളെ, വിശുദ്ധ മിഖായേലിനെ പരിശുദ്ധ ത്രിത്വം നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ എന്താണ് നമ്മൾ അറിയണം. മിഖായേൽ വെറും ഒരു സാധാരണ മാലാഖയല്ല. വേദപുസ്തകം എന്താണ് പറയുന്നത്? യൂദാസിലേത് ലേഖനം 1:9 പറയുന്നുണ്ട്, സെന്റ് മൈക്കിളിന്റെ പദവിയെ കുറിച്ച് അവിടെ വചനം പഠിപ്പിക്കുകയാണ്. പ്രധാന ദൂതനായ മിഖായേൽ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, പ്രധാന ദൂതനായ മിഖായേൽ. പോരാ എല്ലാവരും ഒരുമിച്ച് പറഞ്ഞേ, പ്രധാന ദൂതനായ മിഖായേൽ. പ്രധാന ദൂതനായ മിഖായേൽ. അപ്പോൾ വിശുദ്ധ മിഖായേൽ ആരാണ്? വെറും ഒരു സാധാരണ ദൂതനല്ല. കർത്താവിന്റെ മാലാഖമാരിൽ ഒരു സാധാരണ മാലാഖയല്ല. വിശുദ്ധ മിഖായേല് പ്രധാന ദൂതനാണെന്ന് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാന ദൂതനായ മിഖായേൽ. അങ്ങനെയാണെങ്കിൽ പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലിനെ സ്വർഗം വരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകള്, ദൗത്യങ്ങള്, മിഖായേലിന്റെ കർത്തവ്യങ്ങള് എന്താണ് ദൈവമക്കളെ? ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കണം,
ദാനിയേൽ പ്രവചനം 12-ാം അധ്യായം 1-ാം വചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ്. ഇതൊരു പ്രവചന വചനമാണ്. ഇറ്റ്സ് എ പ്രൊഫറ്റിക് വേർഡ്. ശ്രദ്ധിച്ചു വായിക്കണം നമ്മൾ ആ വചനം. അക്കാലത്ത് നിന്റെ ജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഹല്ലേലൂയ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിന്റെ പ്രവാചകനായ ദാനിയേൽ പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാണ്, കാലം അതിനന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ, മഹാക്ലേശത്തിന്റെ നാളുകളിൽ, കഷ്ടതയുടെ നാളുകളിൽ, വിശ്വാസത്യാഗത്തിന്റെ നാളുകളിൽ ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഇതൊരു പ്രൊഫസി, ഒരു പ്രവചനമായിട്ടാണ് ദാനിയേൽ പറഞ്ഞത്. ദൈവമക്കളെ, വിശുദ്ധ മിഖായേൽ ഒന്നാമത്തെ ദൗത്യം എന്താണ്? ദൈവജനത്തിന്റെ ചുമതല വഹിക്കുന്നവനാണ്. ദൈവജനത്തിന്റെ ചുമതല, ദൈവജനത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അവർക്ക് വേണ്ട സംരക്ഷണം, അവർക്ക് വേണ്ട പരിരക്ഷ, അവരുടെ മേലുള്ള മേൽനോട്ടം, ആപത്തുകളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന് അവരെ കാത്തുകൊള്ളുന്നത്, അവർക്ക് വേണ്ടതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ദൈവജനത്തിന് ആവശ്യമായിട്ടുള്ള സകലതും നിർവഹിച്ചു കൊടുക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവജനത്തിന്റെ ചുമതലക്കാരനാണ് വിശുദ്ധ മിഖായേൽ. ഹല്ലേലൂയ. പറയുമ്പോൾ ദൈവശക്തി വ്യാപരിക്കുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ചുമതലക്കാരനാണ് ദൈവമക്കളെ, നിസാരക്കാരനല്ല. നമ്മുടെ മേൽ ഉള്ള മുഴുവൻ കൺട്രോൾ കർത്താവ് കൊടുത്തിരിക്കുക. ഹെബ്രായ പുസ്തകം 1:14 വചനം പറയുന്നു. ആ വചനത്തിലൂടെ വേഗത്തിൽ വരാം. ഹെബ്രായ പുസ്തകം 1:14, രക്ഷയുടെ അവകാശികളാകാൻ ഇരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവകാത്മാക്കളല്ലേ അവരെല്ലാം. നിങ്ങൾ ശ്രദ്ധിക്കണം, മുഖ്യ ദൂതനാണ്, പ്രധാന ദൂതനാണ് മിഖായേലാണെങ്കിലും കർത്താവ് സ്വന്തം രക്തത്താൽ വിലയ്ക്ക് വാങ്ങി വീണ്ടെടുത്തവരാ നമ്മളെ സേവിക്കുവാൻ, നമ്മളെ ശുശ്രൂഷിക്കുവാൻ, നമുക്ക് കാര്യങ്ങൾ നടത്തിത്തരാൻ, നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ, നമ്മുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കേടുകൂടാതെ ദൈവത്തിന്റെ തേജസ്സിൽ, സാന്നിധ്യത്തിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവത്താൽ നിയമിതനായ പ്രധാന ദൂതനാണ് വിശുദ്ധ മിഖായേൽ. നമ്മളിത് മനസ്സിലാക്കണം. ദൈവജനത്തിന്റെ ചുമതലക്കാരനാണ്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെ ശുശ്രൂഷിക്കുവാൻ, നമ്മൾ പറയാണ് യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ മിഖായേലെ വരാൻ പറഞ്ഞാൽ മിഖായേൽ വന്നേ പറ്റൂ. മുഖ്യ ദൂതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മുഖ്യ ദൂതന്മാരെക്കാളും ശ്രേഷ്ഠമായൊരു സ്ഥാനമാണ് കർത്താവ് തന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എനിക്കും നിനക്കും തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. എത്ര ശ്രേഷ്ഠമായ പദവിയാ നമ്മുടെ പദവി. നമ്മൾ മനസ്സിലാക്കണം. കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ മാലാഖമാർക്ക് സാധിക്കത്തില്ല, മുഖ്യ ദൂതന്മാർക്ക് പറ്റത്തില്ല. അത് വീണുപോയ, നഷ്ടപ്പെട്ടു പോയ തന്റെ മക്കളെ തന്റെ രക്തത്താൽ വീണ്ടെടുത്ത ആ ദൈവീക രക്ഷയെ മനുഷ്യർക്കാണ് ഈ പദവി ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുവാൻ കർത്താവിന്റെ മാലാഖമാര് കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അത്രയും ശ്രേഷ്ഠമായ പദവിയെ ദൈവമക്കളെ, കർത്താവിന് വേണ്ടി നിൽക്കുക, കർത്താവിന് വേണ്ടി സംസാരിക്കുക, കർത്താവിനെ സാക്ഷ്യം നൽകുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക, കർത്താവിനെ ഉയർത്തുക, കർത്താവിനെ പ്രഘോഷിക്കുക. ഞാൻ വിശ്വസിക്കുന്ന ഈ ലോക ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പദവിയാണ്. ഒരു സംശയം നമുക്ക് വേണ്ടത് മക്കളെ. അപ്പം നമ്മളെ സേവിക്കാനുള്ള സേവകാത്മാക്കളാണ് ഈ മുഖ്യദൂതന്മാര്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ ഒരു പൈശാചികപ്പെട, കലഹം, അസ്വസ്ഥത നമ്മൾ വിളിക്കുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ മിഖായേലേ ഈ ഭവനത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ മിഖായേലിന് വന്നേ പറ്റൂ. നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്. അതിനുള്ള റൈറ്റ് കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. രക്ഷയുടെ അവകാശികളാകാൻ ഇരിക്കുന്നവർ അതാരാ? നമ്മൾ ഓരോരുത്തരുമാണ്, കർത്താവിന്റെ ജനമാണ്, അവരുടെ സേവകാത്മാക്കളാണ്
കർത്താവിന്റെ മാലാഖമാരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് എല്ലാവരും പറഞ്ഞേ, ദൈവജനത്തിന്റെ ചുമതലക്കാരൻ. പറഞ്ഞേ, ദൈവജനത്തിന്റെ ചുമതലക്കാരൻ. അപ്പൊ നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്യപ്പെട്ട ആളാ. നമ്മൾ എവിടെ പോയാലും മിഖായേൽ കൂടെയുണ്ട്. നമ്മൾ എവിടെ പോയാലും മിഖായേൽ കൂടെയുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും മിഖായേൽ കൂടെയുണ്ട്. കാരണം നമുക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തിരിക്കുക. ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ തന്നെ സെന്റ് മൈക്കിള് നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ, നമ്മുടെ കാര്യങ്ങൾ നോക്കുവാൻ ദൈവം പ്രത്യേകമായി നിയോഗിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് പൈശാചിക പീഡകളിൽ നിന്ന്, സാത്താന്റെ ആക്രമണങ്ങളിൽ നിന്ന്, പിശാചിന്റെ സകല അറ്റാക്സുകളിൽ നിന്ന്, ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന്, മന്ത്രവാദ കൂടോത്ര ആഭിചാര ശക്തികളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി നിയോഗിച്ച പ്രധാന ദൂതൻ സെന്റ് മൈക്കിൾ. മിഖായേലിനെ ഓർത്ത് ഈശോയ്ക്ക് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായത്തിലെ 35-ാമത്തെ വചനം, എനിക്ക് ആ വചനം വളരെ ഇഷ്ടപ്പെട്ടു. കർത്താവ് പറഞ്ഞ ഉപമയാണ്. ഈശോ പറഞ്ഞ ഉപമയിൽ എന്താ പറയുന്നത്? ലൂക്കായുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം, ആ വചനം അത് മാറിപ്പോയിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. നിങ്ങൾ 11-ാം അധ്യായത്തിലെ 10-ാം അധ്യായമാണ്. അത് വചനം കൊടുത്തപ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ 11 അവരോട് പറഞ്ഞത്. 10:35 വായിച്ചതാ പറയുന്നത്. അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ 2 ദിനാറ് കൊടുത്തിട്ട് പറഞ്ഞു, കൂടുതലായി എന്തെങ്കിലും 2 ദിനാറ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. എല്ലാവരും പറഞ്ഞ ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം. അപ്പൊ മിഖായേലിനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? സന്തോഷിന്റെ കാര്യം ശരിക്കും അങ്ങ് നോക്കിക്കൊള്ളണം. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ പേര് ചൊല്ലി വിശുദ്ധ മിഖായേലിനോട് കർത്താവ് പറഞ്ഞിരിക്കുക, എന്റെ മകന്റെ കാര്യം നീ നോക്കിക്കൊള്ളണം, എന്റെ മകളുടെ കാര്യം നീ നോക്കിക്കൊള്ളണം. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ നോക്കി നടത്തുവാനുള്ള ഒരു കാര്യസ്ഥരെ പോലെ, വിശ്വസ്തനായ കാര്യസ്ഥനെ പോലെ നമ്മളെ വിട്ടുമാറാതെ നമുക്ക് വേണ്ടതെല്ലാം നൽകുവാൻ നമ്മുടെ ചുമതലക്കാരനായി ദൈവം നിയോഗിച്ചവനാണ് വിശുദ്ധ മിഖായേലേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ടവരെ! ഇത്രയും വലിയൊരു പദവിയും കൃപയും കിട്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ആകെ വിഷമിച്ചും ദുഃഖിച്ചും കലങ്ങിയും നിരാശപ്പെട്ടും പിറുപിറുത്തും ജീവിതം നരകതുല്യമായി ജീവിക്കുന്നത്. ഇത് പിശാചിന്റെ കൊടും ചതിയാണ് മക്കളെ. ഈ ചതിയിൽ പെടരുത്. നമ്മുടെ അവകാശങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന പദവികൾ നമ്മൾ അറിയണം, നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്, അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ടാമത് എന്താണെന്നറിയോ? അവിടെ തന്നെ പറയുന്നുണ്ട് മിഖായേലിന്റെ മറ്റൊരു ശുശ്രൂഷ. കഷ്ടതയുടെ മഹാക്ലേശത്തിന്റെ നാളുകളിൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ആളാണ്. 12:1 ദാനിയേൽ പ്രവചനം 12:1 അതിന്റെ സെക്കൻഡ് പാർട്ട് ഒന്ന് വായിച്ച്. ദാനിയേൽ പ്രവചനം 12:1 അവിടെ പറയുന്നത് എന്താണ്? ജനത രൂപം പ്രാപിച്ചതു മുതൽ ഇന്നിവരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ അന്നുണ്ടാകും, ക്ലേശങ്ങൾ അന്നുണ്ടാകും, പീഡനങ്ങൾ അന്നുണ്ടാകും, വ്യഥകൾ, നൊമ്പരങ്ങൾ അന്നുണ്ടാകും. അപ്പൊ ആ മഹാക്ലേശത്തിന്റെ നാളുകളിൽ നമ്മൾ ആ നാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവമക്കളെ. സമയമെടുത്തു. വെളിപാട് 1:3 വെളിപാട് 22:10 ആ ഒറ്റ പദം വായിച്ചാൽ മതി. വെളിപാട് 22:10 അവിടെ എന്താ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്? ഇനി കഥ പറഞ്ഞിരിക്കേണ്ട നേരല്ല. നമ്മള് നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയരുത്. ഈ ലോകത്തിന്റെ ഇമ്പങ്ങൾക്കും നിറങ്ങൾക്കും, ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങൾക്കും വ്യാപാരങ്ങൾക്കും വേണ്ടി നിന്റെ ജീവിതം സഹോദര സഹോദരി ഒഴുക്കിക്കളഞ്ഞ് നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഇത് ആത്മീയമായി ഒരുങ്ങേണ്ട സമയമാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്ക് അതുപോലെ പ്രാധാന്യം കൽപ്പിച്ച് നമ്മൾ അതിനു വേണ്ടി ജീവിക്കേണ്ട സമയം. ഹല്ലേലൂയ. കുറെ പൈസ ഉണ്ടാക്കാനും കുറെ അടിപൊളികള്, ലോകത്തിന്റെ ആർഭാടങ്ങള്, ഇമ്പങ്ങള്, വിനോദങ്ങള്. മക്കളെ, സമയം കഴിഞ്ഞു. ഇനി ഒരുക്കത്തിന്റെ സമയങ്ങളാണ്. അനേകരെ ഒരുക്കേണ്ട നാളുകളാണ്. വെളിപാട് 22:10 നമുക്ക് ശ്രദ്ധിക്കാം. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു,
എന്താണ് ഗ്രന്ഥത്തിലെ പറഞ്ഞത്? പ്രവചനങ്ങൾ ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട. സൂക്ഷിക്കേണ്ട. കാരണം എന്താ? എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. എല്ലാവരും ഉറക്കെ പറഞ്ഞേ, സമയം അടുത്തിരിക്കുന്നു. സമയം അടുത്തിരിക്കുന്നു. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം അസന്നമായി പ്രിയരേ, ഒരുങ്ങാം വിശുദ്ധിയോടെ. ഈ ലോകത്തിന് വെറിക്കൂത്തുകൾ നമുക്ക് വേണ്ട. അതൊന്നും നമ്മളെ സ്വർഗത്തിലെത്തിക്കില്ല ദൈവമക്കളെ. ഈ ലോകത്തിന് നിറങ്ങളും വർണ്ണങ്ങളും മോഹങ്ങളും നമുക്ക് വേണ്ട. അതൊന്നും നമ്മെ കർത്താവിനോടുകൂടി നിത്യമഹത്വത്തിൽ എത്തിക്കുകയില്ല. ഈശോ കഷ്ടതയുടെ മഹാക്ലേശത്തിന്റെ നാളുകളിൽ നമ്മെ സപ്പോർട്ട് ചെയ്യുവാൻ വിശുദ്ധ മിഖായേലിനെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വേണ്ടതുപോലെ മിഖായേൽ ചെയ്യും. നമ്മൾ മിഖായേലിനെ വിളിക്കണം. എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങൾ, അതൊക്കെ പറയാൻ പോയി സമയം പോകും. അതുകൊണ്ടാണ് അതിലോട്ട് കടക്കുന്നില്ല ദൈവമക്കളെ. സെന്റ് മൈക്കിളിന് മാധ്യസ്ഥം തേടിയാലുണ്ടല്ലോ ഭയങ്കര പവറാണ്. ഹല്ലേലൂയ. വിശുദ്ധ ഫൗസ്റ്റീനാമ്മ ദൈവങ്ങളുടെ അപ്പോസ്തലയാണ്. എന്താണ് മിഖായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഫൗസ്റ്റീന പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിനോട് എനിക്ക് അതിയായ ബഹുമാനമുണ്ട്. എന്തെന്നാൽ ദൈവഹിതം പ്രവർത്തിക്കുന്നതിൽ അവന് മുന്നിൽ മാതൃകയായി ആരുമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ ദൈവത്തിന്റെ ഹിതം വിശ്വസ്തയോടെ നിറവേറ്റി. ശ്രദ്ധിക്കണമേ, കർത്താവ് നമുക്ക് വേണ്ടി മിഖായേലിനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങള് മിഖായേൽ വിശ്വസ്തയോടെ നിറവേറ്റും. അങ്ങനെയാണെങ്കിൽ ക്ലേശങ്ങളെ ഭയപ്പെടേണ്ട, പീഡനങ്ങളെ ഭയപ്പെടേണ്ട. എന്റെ സഹോദരി സഹോദരങ്ങളെ, കഷ്ടതകളെ ഭയപ്പെടേണ്ട. ഈ നാളുകളിൽ കഷ്ടതയുടെയും ക്ലേശത്തിന്റെയും ദിനങ്ങളിൽ നമ്മെ എല്ലാവിധത്തിലും സഹായിക്കുവാൻ, പ്രോത്സാഹിപ്പിക്കുവാൻ, ബലപ്പെടുത്തുവാൻ, എൻകറേജ് ചെയ്യുവാൻ ദൈവം നിയോഗിച്ചവനാണ് വിശുദ്ധ മിഖായേൽ. വിശുദ്ധ മരിയ ഫൗസ്റ്റീന പറയാണ്, അവൻ അത് വിശ്വസ്തയോടെ ചെയ്തിരിക്കും. ഹല്ലേലൂയ. വിശ്വസ്തയോടെ ചെയ്യും. നമ്മൾ എത്ര ബ്ലെസ്സഡാ. താങ്ക് യു ലോർഡ്. നമുക്ക് ഇങ്ങനെ ഒരു കർത്താവിനെ കിട്ടിയില്ലേ? കർത്താവ് എന്തൊക്കെ സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി വെച്ചിരിക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഭിക്ഷ യാചിച്ച് നടക്കുന്നവരെ പോലെ ഇതൊന്നും അറിയാതെ ദുഃഖിച്ചും നിരാശപ്പെട്ടും പിറുപിറുത്തും ജീവിതം അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇതല്ലേ പിശാചിന്റെ ചതി എന്ന് പറയുന്നത്? ദൈവമക്കളെ, നമ്മൾ മനസ്സിലാക്കണം. മിഖായേൽ എഴുന്നേറ്റു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരു വ്യക്തി ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാ? എന്തോ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദാനിയേൽ പ്രവചനം 12:1 അത് സഭയുടെ ചരിത്രത്തിൽ നിറവേറപ്പെട്ടു. സഭയുടെ ഭാഗ്യസ്മരണാർഹനായൊരു മാർപ്പാപ്പയാണ് ലയോ 13-ാമൻ മാർപ്പാപ്പ. ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനേക്കാൾ 33 വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അത് 1884 ഒക്ടോബർ 13-ാം തീയതി ലയോ 13-ാമൻ മാർപ്പാപ്പ തന്റെ സ്വകാര്യ ചാപ്പലിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് പെട്ടെന്ന് അദ്ദേഹം ഒരു അതിഭയാനകമായ ദർശനം അദ്ദേഹത്തിനുണ്ടാവുകയാണ്. അദ്ദേഹം ബോധരഹിതനായി അൾത്താരിൽ നിലംപതിച്ചു എന്നാണ് അത് കണ്ടവരെ സാക്ഷ്യപ്പെടുത്തുന്നത്. ആ ദർശനം ഇപ്രകാരമുള്ളതായിരുന്നു: സഭയുടെ ഭാവിയെ കുറിച്ച് തനിക്കുണ്ടായ ഒരു ദർശനം. ആ ദർശനത്തിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രം, ഒന്ന് നമ്മുടെ കർത്താവായ യേശുവും, 2 പിശാചാണ്. എന്താണ് മാർപ്പാപ്പ കണ്ടത്? സാത്താൻ കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാകും. ശ്രദ്ധിക്കണം നിങ്ങൾ, ഇത് കെട്ടുകഥയല്ല കേട്ടോ. ഇത് ചരിത്രത്തിൽ, സഭയുടെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യം. നിങ്ങൾ പലരും ഇത് കേട്ട് കാണുന്നതിന് മുൻപ് തന്നെ. ഡൊമിനിക് അച്ഛനും ബഹുമാനപ്പെട്ട വട്ടായിൽ അച്ഛനൊക്കെ, നമ്മുടെ പല ആത്മീയ പിതാക്കന്മാരും ശക്തമായി പ്രസംഗിച്ചിട്ടുള്ളതാണ്.
ഇതൊക്കെ നമുക്ക് കൃത്യമായ ഡോക്യുമെന്റുകളാണ്, അല്ലാതെ ഈ വെച്ചുകെട്ടി പറയുന്ന കഥകളല്ല ദൈവമക്കളെ. പ്രസംഗത്തിന് കൊഴുപ്പ് കൂട്ടാനായിട്ട് ഈ സത്യങ്ങൾ നമ്മൾ അറിയണം. പിശാച് കർത്താവിനോട് ചോദിക്കുകയാണ്, എനിക്ക് മതിയായ സമയവും അധികാരവും തന്നാൽ എനിക്ക് നിന്റെ സഭയെ നശിപ്പിക്കാനാവും. ഈ ചോദ്യത്തിന് മറുപടിയായി കർത്താവ് പറയുന്നത് എന്താണെന്നറിയോ? എത്രത്തോളം സമയവും അധികാരവും നിനക്ക് വേണം? ഈശോ പറഞ്ഞ ഈ മറുപടിക്ക് ഉത്തരമായി സാത്താൻ പറയാണ്, 100 വർഷവും എന്നെ സേവിക്കാൻ തങ്ങളെ തന്നെ നൽകുന്നവരുടെ മേൽ വലിയ അധികാരവും. പിന്നീട് മാർപ്പാപ്പ കണ്ടത്, പിശാച് പറഞ്ഞ ഈ കാര്യം താൽക്കാലികമായി കർത്താവ് അനുവദിച്ചു കൊടുക്കുകയാണ്. നീ ചോദിച്ച സമയം അധികാരവും ഞാൻ തന്നിരിക്കുന്നു. പിന്നീട് മാർപ്പാപ്പ കണ്ടത് അതിഭയാനകമായ കാഴ്ചകളാണ്. സാത്താന്റെ അധികാരം, സാത്താന്റെ പ്രവർത്തനങ്ങള്, അതിന് ഉച്ചകോടിയിലെത്തുന്ന പൈശാചികമായ വഴിവിട്ട ലൈംഗികതകള്, മ്ലേച്ഛതകള്, വിശ്വാസത്യാഗങ്ങള്, ദൈവ നിഷേധങ്ങള്, ദൈവദൂഷണങ്ങള്, മാരകമായ പാപങ്ങള്, ജഡിക പാപങ്ങള്, മാനസാന്തരമില്ലാത്ത ജീവിതങ്ങള്, ഇങ്ങനെ സഭയ്ക്കകത്തും പുറത്തും സംഭവിക്കുന്ന ധാർമ്മികമായ അധപതനങ്ങള് മാർപ്പാപ്പ കാണുകയാണ്. ഇതിനെ തുടർന്നാണ് തന്റെ ശ്രദ്ധിക്കേണ്ട സ്വകാര്യ ചാപ്പലിൽ പോയി ലയോ 13 മാർപ്പാപ്പ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ആത്മാവിൽ പ്രേരിതനായി വിശുദ്ധ മിഖായേലിന്റെ ജപം നമ്മൾ ഇന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്ന മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, ആ പ്രാർത്ഥന മാർപ്പാപ്പ രചിക്കുകയാണ്. സഭയ്ക്ക് പ്രാർത്ഥന നൽകുകയാണ്. എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഇപ്പോൾ പല പള്ളികൾ നിർത്തി. അതൊക്കെ ഇനി തുടങ്ങണം. നമ്മള് കുടുംബ പ്രാർത്ഥനകളിൽ, സമൂഹ പ്രാർത്ഥനകളിൽ, കൂട്ടായ്മകളിൽ, ധ്യാന കേന്ദ്രങ്ങളിൽ, മിനിസ്ട്രികളിലെല്ലാം ദിവസത്തിൽ പല പ്രാവശ്യം മിഖായേലിനോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ഒരു പ്രധാന ദൂതനാണ്, ദൈവജനത്തിന്റെ ചുമതലക്കാരനാണ്, കഷ്ടതയുടെയും ക്ലേശത്തിനും നാളുകളിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മിഖായേൽ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ദൈവമക്കളെ, ഈ പ്രവചനം ചരിത്രത്തിൽ സംഭവിച്ചു, നിറവേറപ്പെട്ടു. മിഖായേൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ സഭയുടെ ചരിത്രത്തിലെ മറ്റേത് നാളുകളേക്കാൾ ഉപരി ഈ നാളുകളിൽ, നമ്മളായിരിക്കുന്ന നാളുകളിൽ വിശുദ്ധ മിഖായേലിന്റെ ശുശ്രൂഷകളെ ശക്തിപ്പെട്ടു കഴിഞ്ഞു. കാരണം അത്രമാത്രം പൈശാചിക പ്രവർത്തനങ്ങൾ ലോകത്തിൽ നിറഞ്ഞു. അതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്, പിശാചിന്റെ പ്രവർത്തനം സജീവമായി ലോകത്തിൽ തുടരുകയാ. അതുകൊണ്ട് വിശുദ്ധ മിഖായേല് അതിന്റെ ഇരട്ടി ശക്തിയോടെ ഇന്ന് പ്രവർത്തന നിരതനാണ്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? കർത്താവിന്റെ ജനത്തെ സംരക്ഷിക്കാൻ, കർത്താവിന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമുക്ക് കേടുവരാതെ സൂക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ചവനാണ് സെന്റ് മൈക്കിള്. അവനതിൽ ആത്മാർത്ഥതയുണ്ട്, അതിൽ വിശ്വസ്തനാണ് വിശുദ്ധ മിഖായേല്. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നാമത് ശ്രദ്ധിക്കണം, കർത്താവിന്റെ സൈന്യാധിപനാണ് സെന്റ് മൈക്കിള്. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 13-14 വചനങ്ങൾ നമുക്ക് പെട്ടെന്ന് വായിക്കാം. ജോഷുവ കാണാണ്, ജെറുക്കിയെ സമീപിച്ചപ്പോൾ കണ്ണുയർത്തി നോക്കി, അപ്പോൾ കയ്യിൽ ഊരിയ വാളുമായി അതോ ഒരു മനുഷ്യൻ ജോഷുവന്റെ അടുത്ത് ചെന്നു, നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താ ഇയാള് പറഞ്ഞത്? അവൻ പറഞ്ഞു, അല്ല, ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സെന്റ് മൈക്കിളാണത്. കർത്താവിന്റെ സൈന്യാധിപൻ ആരാ? വിശുദ്ധ മിഖായേലാണ്. ജോഷുവ പ്രവാചകൻ മിഖായേൽ പ്രത്യക്ഷപ്പെട്ടു. ജോഷുവ സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു, അങ്ങ് ഈ ദാസനോട് എന്താണ് അത്രയും തേജസ്വിനിയ? ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ്. ഇത്രയും സ്വർഗത്തിന്റെ ഈ സൈന്യാധിപനെ ദൈവം നമുക്ക് നിയോഗിച്ച് തന്നില്ലേ? ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങള് ശക്യാന ന്യൂസില് നിങ്ങളിവിടെ പ്രത്യേകം കർത്താവ് പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ റിസപ്ഷനില് അവിടെ കയറി വരുന്നിടത്ത് 2 തിരുസ്വരൂപങ്ങളുണ്ട്. ഒന്ന് അമ്മ മാതാവാണ്. അമ്മ മാതാവ് ആരാ? സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്.
അമ്മ യുദ്ധം നയിച്ചാൽ വിജയം ഉറപ്പാണ്. നമ്മൾ വിജയിച്ച ടീം, നമ്മുടെ ടീം ഓൾറെഡി വിജയിച്ചതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പിശാച് നമ്മൾ പരാജയപ്പെട്ടവരാണെന്ന് ഇന്ന് പലതിലൂടെ ഇങ്ങനെ പറഞ്ഞു പരുത്തുന്നുണ്ടെങ്കിലും സത്യം എന്താ? നമ്മൾ ഓൾറെഡി വിജയിച്ചവരാണ്, വിജയിച്ച ടീമാ. അതിന്റെ സൈന്യാധിപയാണ് അമ്മ മാതാവ്. അപ്പൊ അമ്മയുടെ തിരുസ്വരൂപമുണ്ട്. തൊട്ടപ്പുറത്ത് സെന്റ് മൈക്കിളിനെയാണ്, വിശുദ്ധ മിഖായിലിനെയാണ് ശെക്കേന ന്യൂസിന്റെ ഇതിന്റെ സംരക്ഷകനായി അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു യുദ്ധമാണ്. മാധ്യമത്തിലൂടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ യുദ്ധത്തിലും നമ്മളെ സഹായിക്കുകയാണ്. എനിക്കറിയാൻ കഴിഞ്ഞ നാളുകളിലൊക്കെ എത്ര അത്ഭുതകരമായി സെന്റ് മൈക്കിളിന്റെ കരങ്ങൾ ഈ ആലയത്തിൽ പ്രകടമായി വെളിപ്പെട്ടിട്ടുണ്ട്. ഓരോ ശുശ്രൂഷയിലും വെളിപ്പെട്ടിട്ടുണ്ട്. സാത്താൻ ഈ മിഷനെ കലക്കുവാൻ, ഈ മാധ്യമ ശുശ്രൂഷയെ അടിച്ചിടുവാനും, ഇതിനെ പൊളിക്കുവാനും, ഇതിനെ തളർത്തുവാനും പല വിധത്തിലുള്ള തന്ത്രങ്ങൾ, അവൻ അറ്റാക്കുകൾ കൊണ്ടുവന്നപ്പോൾ അതെല്ലാം വിശുദ്ധ മിഖായേൽ തന്റെ അത്ഭുത ശുശ്രൂഷയാൽ തകർത്ത് കളഞ്ഞ് ഈ മാധ്യമ ശുശ്രൂഷയെ കൂടുതൽ ഫലപ്പെടുത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ കരുണയാണ്, കർത്താവിന്റെ വിശ്വസ്തയാണ്. സ്വർഗത്തിന് നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും സെന്റ് മൈക്കിളിന്റെ ഛായാചിത്രം ഉണ്ടാവണം. ഇനി ഇല്ലാത്ത കുടുംബം എത്രയും പെട്ടെന്ന് വാങ്ങണം. നമ്മുടെ തൊഴിൽ മേഖലകളിൽ, ബിസിനസ് സ്ഥാപനങ്ങളിൽ, തൊഴിൽശാലകളിലെല്ലാം വിശുദ്ധ മിഖായേലിന്റെ ഛായാചിത്രം ഉണ്ടാകണം. നമ്മുടെ മിനിസ്ട്രികളിൽ ഇതുണ്ടാകണം. നമ്മുടെ ഓഫീസ് മുറികളിൽ വിശുദ്ധ മിഖായേലിന്റെ ഛായാചിത്രം ഉണ്ടാകണം. അതിന് പ്രത്യേകമായ പവറുണ്ട്. പവർ ഉള്ളത് കൊണ്ട് ഈ സത്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. കാരണം അപ്പോയിന്റഡ്, കർത്താവ് അപ്പോയിന്റ് ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സെന്റ് മൈക്കിൾ ചെറിയൊരു പിക്ചർ കൊടുക്കണം. അവരെ പോക്കറ്റിൽ, അവരെ സ്കൂളിൽ പോകുമ്പോൾ, ഇനി സ്കൂളും കോളേജൊക്കെ തുറക്കാൻ പോവല്ലേ, ഒക്കെ ആ തിന്മയിൽ നിന്ന്, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന്, ലോക അരൂപിയിൽ നിന്ന് എല്ലാം അവർ സംരക്ഷിക്കപ്പെടാൻ ഇത് ആവശ്യമാണ് ദൈവമക്കളെ. ഞാൻ പെട്ടെന്ന് വരികയാണ്. നാലാമതായി നിങ്ങൾ ശ്രദ്ധിക്കണം, സാത്താനെതിരായി പോരാടി സഭയ്ക്ക് വിജയം നൽകുന്നവനാണ്. സഭയ്ക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ തലമുറകൾക്ക് എല്ലാം വിജയം നൽകുന്നവനാണ് സെന്റ് മൈക്കിള്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 7, 8, 9 വചനങ്ങൾ പെട്ടെന്ന് നമുക്ക് വായിക്കാം. എന്താ വചനം പഠിപ്പിക്കുന്നത്? അനന്തരം സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ പിശാച് അവന്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. അവന്മാരെ പൊട്ടി പാളീസായി. അദ്ദേഹം പറയാണ്, അവര് പരാജയപ്പെട്ടു. പിശാചും അവന്റെ ദൂതന്മാരും പരാജയപ്പെട്ടു. തുടർന്ന് എന്താ സംഭവിച്ചത്? അതോടെ സ്വർഗത്തിൽ അവർക്ക് സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതെയായി. തുടർന്ന് വായിക്കാം നമുക്ക്. ആ വലിയ സർപ്പം, പിശാച് എന്ന് വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവന്റെ ദൂതന്മാരും. അവനാണ് ഈ വിടക്കെടുന്ന ഈ പണിയെല്ലാം ചെയ്യുന്നത്. ദൈവമക്കളെ ശ്രദ്ധിക്കണം. പിശാചിനെതിരായിട്ടുള്ള യുദ്ധത്തിൽ, ഈ അന്തിമ യുദ്ധത്തിൽ, അമ്മമാതാ പറഞ്ഞില്ലേ, മക്കളെ നിങ്ങൾ നിർണായക യുദ്ധത്തിലാണ്, അന്തിമ യുദ്ധത്തിലാണ്. ഈ യുദ്ധത്തെ കുറിച്ച് വെളിപാട് 12-17 പറയുന്നുണ്ട്. എന്താണ്? ദൈവകൽപ്പനകളെ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരും അവരുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരുടെ യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. ഒന്ന് സ്വരത്തിൽപ്പെടുന്ന യുദ്ധം ചെയ്യാൻ പറഞ്ഞേ. യുദ്ധം ചെയ്യാൻ. ഒന്നുകൂടി പറഞ്ഞ് യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ. പിശാചിന് എന്താ ചെയ്യുന്നത്? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. കുടുംബങ്ങളെ നശിപ്പിക്കാൻ, കുഞ്ഞുങ്ങളെ മലിനപ്പെടുത്താൻ, യുവജനങ്ങളെ നശിപ്പിക്കാൻ, ബഹുമാനപ്പെട്ട വൈദികരെ ഉദാസീനരാക്കാൻ, സമർപ്പിതരുടെ സമർപ്പണത്തെ കെടുത്തി കളയാൻ, സഭയിൽ ഭിന്നത വിതയ്ക്കാൻ, സഭയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ, ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ, വിപരീത ചിന്തകള്, എതിർ ബുദ്ധികള്, ഇങ്ങനെയുള്ള കളകളൊക്കെ വിതച്ച് ദൈവമക്കളെ ദൈവ സാന്നിധ്യത്തിന് മങ്ങലേൽപ്പിക്കാൻ ഇന്ന് പിശാച് തന്ത്രപൂർവ്വം പ്രവർത്തി യുദ്ധം ചെയ്യാണ്. ഈ ഘോര യുദ്ധത്തിൽ, ഈ നിർണായക യുദ്ധത്തിൽ സഭയെ സംരക്ഷിക്കുവാൻ,
സഭയ്ക്ക് വിജയം നൽകുവാൻ, സഭയെ കാക്കുവാൻ, സഭയെ പൊതിയുവാൻ, സഭയെ പരിരക്ഷിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട പ്രധാന ദൂതനാണ് വിശുദ്ധ മിഖായേൽ. ഹല്ലേലൂയ. 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 വിജയം ഉറപ്പാ ദൈവമക്കളെ, വിജയം ഉറപ്പാണ്. നമുക്കതിൽ യാതൊരു സംശയവും വേണ്ട. നമ്മൾ പ്രാർത്ഥിക്കണം, കൂടെ കൂടെ സെന്റ് മൈക്കിളിനെ വിളിച്ചു പ്രാർത്ഥിക്കണം. ഭയങ്കര പവറാണ്. വിഷമം വരുമ്പോൾ മൈക്കിളിനെ വിളിച്ചു, ഒരു അസ്വസ്ഥ വരുമ്പോൾ സെന്റ് മൈക്കിൾ മാധ്യസ്ഥം തേട്, മിഖായേലിന്റെ ജപം ചൊല്ലി പ്രാർത്ഥിക്കുക. ദിവസത്തിൽ പല പ്രാവശ്യം പ്രാർത്ഥിക്കുക. മക്കളത് പഠിപ്പിക്കുക. നമ്മൾ ഈ സെഷന് ശേഷം നമ്മളത് ഒരുമിച്ച് ചൊല്ലും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അവസാനമായി മരണനേരത്ത് കർത്താവ് രക്ഷിച്ച്, നമ്മൾ ആ പ്രാർത്ഥനയിൽ പലരും പറയുന്നില്ലേ, കർത്താവ് രക്ഷിച്ച് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ നിയുക്തനായിരിക്കുന്നതും അങ്ങ് തന്നെയാണല്ലോ. അപ്പൊ ഈ മരണസമയത്ത് ഭയങ്കര പിടിവലിയാണ്. പിശാച് അവന്റെ ദൂതന്മാരും ഈ ആത്മാവിനെ നരകത്തിലേക്ക് വലിക്കുമ്പോൾ കർത്താവിന്റെ ദൂതന്മാരെ സ്വർഗത്തിലേക്ക്, കർത്താവിന്റെ മഹത്വത്തിലേക്ക് കൊണ്ടുപോകാൻ വലിക്കുകയാണ്. ഈ സമയത്ത് ശ്രദ്ധിക്കണം, നിങ്ങള് മിഖായേൽ സഹായത്തിനെത്തുന്നു. അത് കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിശുദ്ധ മിഖായേലിന്റെ നിറഞ്ഞ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. ഈ മരണാസനായ രോഗികൾക്കൊക്കെ നമ്മൾ സെന്റ് മൈക്കിളിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. മരിക്കാതെ കിടക്കുന്നവർ ചില കുറെ ഇതില് ഇങ്ങനെ വേദനിച്ചും വിഷമിച്ചും നരകിച്ച് കിടക്കുന്ന കുറെ ആൾക്കാര്, നമ്മൾ അവർക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സെന്റ് മൈക്കിളും മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കണം. അതിനും പറയുന്നുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. ലൂക്ക 14:22 ദൈവദൂതന്മാർ ലാസറിനെ അബ്രഹാമിന്റെ മടിയിലേക്ക് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ധനികന് മരിച്ചടക്കപ്പെട്ടു. ദൈവദൂതന്മാർ അവനെ കൊണ്ടുപോവുകയാണ്. സഭയുടെ മൃതസംസ്കാര ചടങ്ങിൽ പ്രാർത്ഥനയിലുണ്ട്, നീ ദൈവദൂതന്മാർ നിന്നെ നയിക്കട്ടെ എന്ന്. ദൈവദൂതന്മാർ നിന്നെ സെന്റ് മൈക്കിളാണ് മുന്നമേ കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ മരണസമയത്ത് അമ്മ മാതാവ് കൂടെയുണ്ട്. അതാണ് ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും, പറഞ്ഞേ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണം. അമ്മ കൂടെയുണ്ട്, സെന്റ് മൈക്കിൾ കൂടെയുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിനെ ഇളക്കി മറിച്ച ഒരു 13 വയസ്സുകാരിയുണ്ട്, ജോവാന ഓഫ് ആർക്ക്. അവൾ രക്തസാക്ഷിയായി വിശ്വാസത്തിന് വേണ്ടി. സഭയുടെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. അവരെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് അവൾ മരണപ്പെടുന്ന സമയത്ത്. പ്രിയപ്പെട്ടവരെ, അവളുടെ ആത്മാവിനെ കർത്താവിന്റെ അരികിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വിശുദ്ധ മിഖായേലും സിയനായിലെ വിശുദ്ധ കാതറിനുമാണ് സ്വർഗത്തിന് ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. ജോവാന ഓഫ് ആർക്കിന്റെ ആ 13 വയസ്സ് വിശ്വാസത്തിന് വേണ്ടി കത്തി ജ്വലിച്ച പെൺകുട്ടിയുടെ ആത്മാവിനെ സെന്റ് മൈക്കിൾ കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുക. കർത്താവിന്റെ അരികിലേക്ക് കൊണ്ടുപോവുക. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരവസ്ഥ. നമ്മൾ ഈ ലോകത്തിൽ എന്തൊക്കെ നേടിയാലും നിത്യത നഷ്ടപ്പെട്ടാൽ എല്ലാം തീർന്നില്ലേ, എല്ലാം അവസാനിച്ചില്ലേ? സഹോദരി സഹോദരങ്ങളെ, നിത്യത കണ്ട് ഈ ലോകത്തിൽ ജീവിക്കണം. അവസാനമായി കർത്താവിന്റെ പ്രത്യാഗമനത്തിൽ വലിയൊരു റോൾ, സെക്കൻഡ് കമ്മിങ്ങിന്റെ സമയത്ത് വലിയൊരു പങ്കാളിത്തമാണ് സെന്റ് മൈക്കിളിനുള്ളത്. വിശുദ്ധ പൗലോസ് സത്യം സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 16-ാം വചനത്തിൽ, എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദമുയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിനിറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കർത്താവിന്റെ 2-ാം വരവിൽ 3 കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, അധികാരത്തോടു കൂടിയുള്ള ആജ്ഞാവചനം. ഭയങ്കരമായ കമാൻഡിങ് ആണ്. ഒറ്റ വാക്കുകൊണ്ട് ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ച അതേ പവർഫുള്ളായ വചനം. ആ അധികാരത്തോടു കൂടിയുള്ള ആജ്ഞാവചനം. 2, പ്രധാന ദൂതന്റെ ശബ്ദം. മിഖായേൽ ഗർജിക്കും. കർത്താവിന്റെ 2-ാം വരവ് തടയാൻ, ആദ്യ വരവ് തടയാൻ തന്നെ പിശാച് പ്രവർത്തിച്ചു. ആ 2 വയസ്സ് കുഞ്ഞുങ്ങളൊക്കെ കൊന്നുകളഞ്ഞു. കർത്താവിന്റെ ഉദ്ധാനം തടയാൻ വേണ്ടി കല്ലറയുടെ
ആ മുഖത്ത് കള്ളുരുട്ടി വെച്ചു. പിശാചിന്റെ മണ്ടം പുതിൽ അവൻ ചിന്തിച്ച് ഈ കള്ളുരുട്ടി വെച്ച കർത്താവ് പുറത്തു വരില്ല എന്നാ. കാരണം കർത്താവിന്റെ കൃപയുടെ അക്ഷരമാല പിശാചിന് അറിയത്തില്ല. അവൻ തനി ചില കാര്യം പനി പൊട്ടനാണ്. ഹല്ലേലൂയ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇതുപോലെ കർത്താവിന്റെ രണ്ടാം വരവ് തടയാൻ പിശാച് അവന്റെ എല്ലാ ദൂതരെയും സൈന്യത്തെയും അണിനിരത്തും, കർത്താവിന്റെ പ്രത്യാഗമനത്തെ തടസ്സപ്പെടുത്തുവാൻ. ഈ സമയത്ത് അധികാരത്തോടുള്ള ആജ്ഞാവചനം വെളിപ്പെടുകയും പ്രധാന ദൂതനായ വിശുദ്ധ മിഖായേലിന്റെ ശബ്ദം മുഴങ്ങുമ്പോൾ ഈ അന്ധകാര ശക്തികളെല്ലാം ചിതറിക്കപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കാഹളധ്വനി, ട്രംപറ്റ് വോയിസ്, ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുമ്പോൾ ഇതാ തന്റെ പരിശുദ്ധന്മാരോടുകൂടെ രാജാതി രാജാവായി കർത്താവ് സ്വർഗം വിട്ടിറങ്ങി വരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സെക്കൻഡ് കമ്മിങ്ങിൽ വലിയ പങ്കാളിത്തമാണ് സെന്റ് മൈക്കിളിനുള്ളത്. ദൈവമക്കളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ സഭാത്മക ജീവിതത്തിൽ, ഈ വിശ്വാസ യാത്രയിൽ വിശുദ്ധ മിഖായേലിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബങ്ങളെ സെന്റ് മൈക്കിളിന് അടിയറ വയ്ക്കണം. 2014-15 കാല സമയത്ത് പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയും ബെനഡിക്ട് 16 മാർപ്പാപ്പയും ചേർന്ന് വത്തിക്കാനെ സെന്റ് മൈക്കിളിന് സമർപ്പിച്ചു. ഒരു 2 മാർപ്പാപ്പമാർ ഒരുമിച്ച് വന്ന് വത്തിക്കാന്റെ പൂന്തോട്ടത്തിൽ സെന്റ് മൈക്കിളിന് നല്ലൊരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചു നിർമ്മിച്ച് വത്തിക്കാനെ സെന്റ് മൈക്കിളിന് സമർപ്പിക്കുകയാണ്. സഭയുടെ സംരക്ഷകനായി അത് നവീകരിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളെ മിഖായേലിന് സമർപ്പിക്കുക, മിനിസ്ട്രികളെ സമർപ്പിക്കുക, മാതാപിതാക്കളെ മക്കളെ സമർപ്പിക്കുക, തൊഴിൽശാലകളെ, ബിസിനസ് മേഖലകളെ, നമ്മുടെ ഇടവക സമൂഹങ്ങളെ, നമ്മുടെ കൂട്ടായ്മകളെ, സമർപ്പിത സമൂഹങ്ങളെ എല്ലാം സെന്റ് മൈക്കിളിന് സമർപ്പിക്കുക. കാരണം ദൈവജനത്തിന് ചുമതലക്കാരനാണ് വിശുദ്ധ മിഖായേൽ. ഹല്ലേലൂയ. ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ അറിയാമെങ്കിലും നമ്മൾ ഒരുമിച്ച് കൈകൾ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവമക്കളെ, വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളിത് പഠിപ്പിക്കണം. ദിവസത്തിൽ പല പ്രാവശ്യം ഈ പ്രാർത്ഥന ഏറ്റുചൊല്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇടവക പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ ശേഷം സെന്റ് മൈക്കിളിന്റെ പ്രാർത്ഥന ചൊല്ലണം. ഇനി ചൊല്ലി തുടങ്ങണം. അങ്ങനെ ഒരു പതിവ് ആദ്യം നമുക്കുണ്ടായിരുന്നു, നഷ്ടപ്പെട്ടു പോയി. അതൊക്കെ നമ്മൾ ഇനി പുനരാരംഭിക്കണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, മിനിസ്ട്രികളിൽ, സമൂഹ പ്രാർത്ഥനകളിൽ എല്ലാം മിഖായേലിന്റെ പ്രാർത്ഥന ചൊല്ലണം. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പിടിച്ച് നമ്മളെ പൂർണ്ണമായി സെന്റ് മൈക്കിളിനെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. ഉറക്കെ ചൊല്ലാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങേയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി വണങ്ങുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. പിശാചൊരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ
മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവൻ മേലാൽ ഒരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. എന്റെ സഹോദരി സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന ദിവസത്തിൽ പല പ്രാവശ്യം നമ്മൾ ചൊല്ലണം. മിഖായേലിന്റെ മാധ്യസ്ഥം തേടണം. നമ്മുടെ മക്കളെ ഇത് പഠിപ്പിക്കണം, കുടുംബത്തിലുള്ളവരെ പഠിപ്പിക്കണം, പ്രിയപ്പെട്ടവരെല്ലാം പഠിപ്പിക്കണം. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ക്ലേശത്തിന്റെ കഷ്ടതയുടെ നാളുകളിൽ മുഖ്യദൂതരുടെ ശുശ്രൂഷ കൂടുതൽ തിരിച്ചറിഞ്ഞ് നമുക്ക് അതിനായി ആഗ്രഹിക്കാം. നാളെ വിശുദ്ധ ഗബ്രിയേലിനെ റാഫേലിന്റെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി വരണം. ഒക്ടോബർ മാസം 1 മുതൽ 31 വരെ ഹോളി വെപ്പൺ എന്നുള്ള പേരിലെ എൻ്റെ സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ ജപമാല, സാത്താനെതിരെ പോരാടുവാൻ, തിരുസഭയെ സജ്ജമാക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന അതിസ്വാഭാവികമായ ആയുധമാണ് ജപമാല. ഈ ജപമാലയുടെ ശക്തിയും അതിൻ്റെ പ്രാധാന്യം എല്ലാം നമ്മൾ പഠിക്കുകയാണ് അമ്മമാതാവിനോട് ചേർന്ന്. ഇപ്പൊ ദിവ്യകാരുണ്യം വെണ്ണൊളിച്ച് വെച്ച് നമ്മൾ ആദ്യം ജപമാല ചൊല്ലി, തുടർന്ന് പരിശുദ്ധ ജപമാലയെക്കുറിച്ച് അമ്മമാതാവിനോട് ചേർന്നുകൊണ്ടുള്ള സന്ദേശങ്ങൾ കേട്ട് അതിനുശേഷം ദിവ്യകാരുണ്യ ആരാധനയും ആ വാഴ്വും നമുക്ക് ലഭിക്കും. 31 ദിവസങ്ങളിൽ അത് തിരുസഭ നിയോഗം വെച്ച് നമ്മുടെ നിയോഗങ്ങൾ അതിനോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒക്ടോബർ 1 മുതൽ ആരംഭിക്കും. നിങ്ങൾ അനേകരോട് ഇത് പറയണം. ഈ 31 ദിവസം നമുക്ക് അമ്മ മാതാവിനോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒപ്പം ഒക്ടോബർ 7-ാം തീയതി ഒരു സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ഷെക്കേന ന്യൂസിനെ കർത്താവ് ജന്മം നൽകിയിട്ട് 2 വർഷം സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അമ്മ മാതാവിൻ്റെ ജപമാല ആരാധ്യയുടെ തിരുനാൾ ദിനത്തിലാണ് ഷെക്കേന ന്യൂസ് ഫുൾ ട്രാൻസ്മിഷനിലേക്ക് വന്നത്. എൻ്റെ ദൈവമക്കളെ, അന്ന് നമുക്ക് പ്രത്യേകമായ ചില ശുശ്രൂഷകൾ സീറോ മലബാർ ക്രമത്തിലും അതുപോലെ തന്നെ നമ്മൾ സീറോ മലങ്കര റൈറ്റിലും ലാറ്റിൻ റൈറ്റിലുമുള്ള 3 റൈറ്റുകളിലുള്ള കൃതജ്ഞതാ ബലികൾ ഷെക്കേന ന്യൂസിലൂടെ നമ്മൾ സമർപ്പിക്കും. ഇപ്പം നമ്മൾ ഒരുമിച്ച് കുർബാനകളൊക്കെ പങ്കെടുക്കണം. അപ്പോൾ വൈകിട്ട് 7:30 മുതൽ 8:30 വരെ ബെനഫാക്ടേഴ്സ് അവർ ഷെക്കേനയ്ക്ക് വേണ്ടി, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒത്തിരി പേര് സാമ്പത്തികമായി സഹായിക്കുന്നുണ്ട്. മറ്റു പല വിധത്തിലും ഈ ശുശ്രൂഷയെ സഹായിക്കുന്ന, സ്നേഹിക്കുന്ന അനേകരുണ്ട്. അവരെല്ലാം കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് അവരുടെ നിയോഗങ്ങൾക്കും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അവരെ സ്നേഹപൂർവ്വം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ബെനഫാക്ടേഴ്സ് അവർ ആ മണിക്കൂറിൽ നിങ്ങളെല്ലാവരെയും നിങ്ങൾ ഈശോയുടെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ അന്നേ ദിവസം നിങ്ങൾക്ക് ആ നമ്പർ തരും. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു പറയുകയോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അയക്കുകയോ ചെയ്യാം. പക്ഷേ ഒക്ടോബർ 7-ാം തീയതി നമുക്ക് ഷെക്കേന ന്യൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചൊരുങ്ങാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, ആബാ പിതാവേ ആരാധന, യേശുവേ നാഥ ആരാധന, പാവനാത്മാവേ ആരാധന, പരിശുദ്ധ ത്രിത്വമേ ആരാധന, ആരാധന ആരാധന, ത്രിയേക ദൈവമേ ആരാധന, ആരാധന
ത്രിയേക ദൈവമേ ആരാധന. താഴ്മയോടെ നമുക്ക് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മുട്ടുകുത്തി നിന്ന് നമ്മുടെ ഇരു കരങ്ങളും അൾത്താരയിലേക്ക് നമുക്ക് തുറന്നു പിടിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക്, ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മുടെ കരങ്ങളെ തുറന്നു പിടിക്കുക. ദൈവമക്കളെ, കർത്താവ് എത്ര വലിയ നന്മയാണ് നമ്മോട് ചെയ്തിരിക്കുന്നത്. കർത്താവ് എന്തുമാത്രം വലിയ കാരുണ്യമാണ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. എബ്രായ പുസ്തകം 1:14 പറയുന്നത് പോലെ രക്ഷയ്ക്കായി ദൈവം തെരഞ്ഞെടുത്തവരെ സേവിക്കുന്ന സേവക ആത്മാക്കളാണല്ലോ കർത്താവിന്റെ ദൂതന്മാരെ. ക്ലേശകരമായ കഷ്ടതയുടെ, വേദനയുടെ, നൊമ്പരത്തിന്റെ, മഹാമാരിയുടെ, പകർച്ചവ്യാധിയുടെ, ദുരിതങ്ങളുടെ, പ്രകൃതിക്ഷോഭങ്ങളുടെ ഈ നാളുകളിൽ മുഖ്യദൂതരുടെ ശുശ്രൂഷയും അവരുടെ പ്രാധാന്യവും ഈശോ നമ്മളെ അറിയിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കർത്താവിന്റെ സ്നേഹമാണ്. നമ്മോടുള്ള കർത്താവിന്റെ സ്നേഹമാണ് ഇതിലൂടെ എല്ലാം ഈശോ വെളിപ്പെടുത്തുന്നത്. തന്റെ സഭയിലൂടെ ഈ നന്മകളും അനുഗ്രഹങ്ങളെല്ലാം കർത്താവ് നമുക്ക് തന്നിരിക്കുകയാണ്. കർത്താവാണ് സർവശക്തൻ, കർത്താവ് മാത്രമാണ് സർവാധിപൻ. മാലാഖമാരൊക്കെ കർത്താവിന്റെ സൃഷ്ടികളാണെന്ന് നമ്മൾ അറിയണം. ഹല്ലേലൂയ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് ആരാധന അത് പരിശുദ്ധ ത്രിത്വത്തിന് മാത്രമാണ്. അത് കർത്താവായ ഈശോയ്ക്ക് മാത്രമാണ്, പരിശുദ്ധാത്മാവിന് മാത്രമാണ്, ദൈവപിതാവിന് മാത്രമാണ്. മാലാഖമാരെ നമ്മളവരുടെ മാധ്യസ്ഥം, അവരുടെ സഹായം, അവരുടെ ശുശ്രൂഷകൾ, അതിനായി നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. മിഖായേലിന്റെ മാധ്യസ്ഥ നമുക്ക് തേടി പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മോട് കാണിച്ച സ്നേഹം, നമ്മുടെ കുടുംബങ്ങളെ ഈ സമയം കർത്താവായ യേശുവിന്റെ സാന്നിധ്യത്തിൽ സെന്റ് മൈക്കിളിന് കാഴ്ച സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ സമർപ്പിത ഭവനങ്ങളെ സമർപ്പിക്കുക, കൂട്ടായ്മകളെ സമർപ്പിക്കുക, നമ്മുടെ മക്കളെ സമർപ്പിക്കുക. നമ്മുടെ ഭവനത്തിലുള്ളവരെല്ലാം കർത്താവായ യേശുവിന്റെ ജീവനുള്ള സാന്നിധ്യത്തിന് മുൻപിൽ മിഖായേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവജനത്തിന് ചുമതലക്കാരനാണ് സെന്റ് മൈക്കിള്. നമുക്ക് ഒന്ന് ചേർന്ന് ദൈവമക്കളെ കരങ്ങളെന്ന് കോർത്ത് പിടിച്ച് കർത്താവ് കാണിച്ച ഈ കാരുണ്യത്തിനായി, കർത്താവിന്റെ നന്മയ്ക്കായിട്ട് നമ്മളെല്ലാവരും കരങ്ങൾ കോർത്ത് പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ദൈവമക്കളെ, ഈ മുഖ്യ ദൂതന്മാർ ഈശോ നമുക്ക് തന്നില്ലേ? മിഖായേലിനെ തന്നില്ലേ? ഗബ്രിയേലിനെ തന്നില്ലേ? റാഫേലിനെ തന്നില്ലേ? കർത്താവിന് ശക്തരായ ദൂതന്മാരെ ഈശോ നമുക്ക് തന്നില്ലേ? കരങ്ങൾ കോർത്ത് പിടിച്ച് ഒരുമയുടെ ഒരു മനസ്സോടെ കർത്താവിന്റെ സ്നേഹത്തിനായി, കർത്താവ് കാണിച്ച കാരുണ്യത്തിനായി, അവിടുത്തെ വിശ്വസ്തതയ്ക്കായി നന്ദി പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങ് കാണിച്ച കാരുണ്യത്തിനായി, സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈശോയേ, പൈശാചിക പീഡകള്, പൈശാചിക സ്വാധീനങ്ങള്, നാരകീയ ബന്ധനങ്ങള്, അന്ധകാര ശക്തികള്, സാത്താന്യ ആധിപത്യങ്ങള്, കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യത്താൽ, മുഖ്യദൂതന്മാരുടെ ശുശ്രൂഷകളാൽ, മിഖായേലിന്റെ ശുശ്രൂഷകളാൽ നിർവീര്യമാക
കൊടുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. പ്രാർത്ഥിച്ചു പാടാം. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. ശുശ്രൂഷ ഈശോയെ കൃപ തരണമേ. മാലാഖമാരുടെ പ്രവർത്തിക്കണമേ. ഞങ്ങൾക്ക് നൽകുന്ന സംരക്ഷണം, ഞങ്ങൾക്ക് നൽകുന്ന പരിപാലന, ഞങ്ങൾക്ക് നൽകുന്ന നന്മകള്, ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങള്, ഇതിനെല്ലാം ഓർത്ത് നന്ദി പറഞ്ഞു. തിരു സൈനിക നിരയെ മാലാഖമാരെ, സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ, കർത്താവിൻ തിരു സൈനിക നിരയെ മാലാഖമാരെ, സ്വർഗത്തിന്റെ ദൂതന്മാരെ മാലാഖമാരെ, ദൈവമക്കളെ കാത്തിടാൻ വേഗം വരണമേ. സംരക്ഷിക്കായി ശുശ്രൂഷയ്ക്കായി ദൈവ ചെയ്യണമേ. ദൈവമക്കളെ കാത്തിടാനായി വേഗം വരണമേ. സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി സേവ ചെയ്യണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. മാലാഖേ മാലാഖേ എന്റെ കാവൽ മാലാഖേ, സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. സംരക്ഷയ്ക്കായി ശുശ്രൂഷയ്ക്കായി വേഗം വരണമേ. ദിവ്യകാരുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടെ കരങ്ങൾ തുറന്നു പിടിച്ച് വിശുദ്ധ മിഖായേലിന്റെ മാധ്യസ്ഥവും സാന്നിധ്യവും സഹായവും ശുശ്രൂഷയും കർത്താവായ ഈശോയുടെ നാമത്തിൽ തേടിക്കൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യത്തിൽ ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കുക, നമ്മുടെ മക്കളെ സമർപ്പിക്കുക. എല്ലാ തിന്മയുടെ ശക്തികൾ, വിപരീത ശക്തികൾ, എതിർശക്തികള്, പൈശാചിക പീഡകൾ, നാരികീയ പോരുകൾ, അന്ധകാര ആധിപത്യങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തിന് അനന്ത ശക്തിയാൽ നിർവീര്യമാകുവാൻ, മുഖ്യദൂതരുടെ ശുശ്രൂഷകൾ വഴി അതെല്ലാം തകർക്കപ്പെടുവാൻ, സാന്നിധ്യ ശുശ്രൂഷ വഴി അതെല്ലാം ചിതറിക്കപ്പെടുവാൻ കരങ്ങൾ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് തുറന്നു പിടിച്ച് ഈ വരികൾ ഒരിക്കൽ കൂടെ നമ്മൾ പാടുകയാണ്. മിഖായേലേ ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ. മിഖായേലേ ദൂതന്മാരെ മുന്നിൽ നിന്നു നയിക്കൂ. സാത്താനെതിരായ അന്ത്യമയുദ്ധത്തിൽ മുന്നിൽ നിന്നു നയിക്കൂ. വിജയം നൽകി നയിക്കൂ. സാത്താനെതിരായ അന്ത്യമയുദ്ധത്തിൽ വിജയം നൽകി നയിക്കൂ. വിജയം നൽകി നയിക്കൂ. സഹോദരങ്ങളെ, നമുക്കൊരു നിമിഷം നമ്മുടെ KCBC, നമ്മുടെ അഭിനയ പിതാക്കന്മാരെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് ഒത്തിരി നന്ദി പറയാം. അഭിനയ പിതാക്കന്മാർ ഒരുമിച്ചൊരു മനസ്സോടെ ആ സർക്കിൾ ഇറക്കി നമ്മൾ കണ്ടു. സാമൂഹ്യ തിന്മകൾക്കെതിരെ ഒറ്റക്കെട്ടായിട്ട് സഭ ഒന്നിച്ചു പോരാടുമെന്ന്.
അത് സഭാ മക്കൾക്ക് വലിയ അനുഗ്രഹമാണ്. പൊതുസമൂഹത്തിന് ഒരു വലിയ ദിശാബോധം ഈ ഒരു സർക്കിളിലൂടെ നമ്മുടെ പിതാക്കന്മാർ നൽകുകയാണ്. ഇത് പരിശുദ്ധാത്മയുടെ വലിയൊരു പ്രവർത്തനമാണ്. ഹല്ലേലൂയ. നമ്മൾ 40 മണിക്കൂർ അഖണ്ഡ ആരാധനയും ഇന്നലെ പ്രത്യേകമായി KCBC പ്രത്യേക സമ്മേളനത്തിന് വേണ്ടിയുള്ള ആരാധന ശുശ്രൂഷകളൊക്കെ നടത്തി. നമുക്കൊരു നിമിഷം വലതുകരം ഉയർത്തി അനേക ആയിരങ്ങൾ പ്രാർത്ഥിച്ചു. വിവിധങ്ങളായി ഇതുപോലെ പല മിനിസ്ട്രികൾ പ്രാർത്ഥിച്ചു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്ന് ആയിരങ്ങൾ പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഇടപെടും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഉത്തരം തരും എന്നതിന്റെ പ്രകടമായ തെളിവുകളാണ് ഇതൊക്കെ. ഹല്ലേലൂയ. നമുക്ക് എല്ലാം മഹത്വം ഈശോയ്ക്ക് കൊടുത്ത് നന്ദി പറഞ്ഞു ഒരിക്കൽ കൂടെ തിരുസഭയെ സമർപ്പിച്ച് നമ്മുടെ അഭിനന്ദ പിതാക്കന്മാരെ സമർപ്പിച്ച് നമ്മുടെ വന്യ വൈദികരെ സമർപ്പിച്ച് ഈ നമ്മുടെ കൂടെ ഇപ്പൊ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിറിയക്കച്ചൻ ഷെക്കേനോസ് ഈ നിൽക്കുന്ന ഈ ഇടവകയുടെ വികാരിയച്ചനാണ്. അച്ഛൻ തന്റെ പൗരോഹിത്യ കരങ്ങൾ നമുക്ക് നീട്ടി തന്നിരിക്കുന്ന ദൈവങ്ങളെ പലപ്പോഴും ഇവിടെ വന്ന് അച്ഛൻ തന്റെ പൗരോഹിത്യ ശുശ്രൂഷ കർത്താവിന്റെ ജനത്തിന് നൽകുകയാണ്. അതുപോലെ അനേകം വന്യവൈദികർ സഭയിലുണ്ട്. അവരെയൊക്കെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. അതുപോലെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, കുടുംബസ്ഥരെ, സഭയുടെ യുവജനങ്ങളെല്ലാം സമർപ്പിച്ച് വലതുകരം ഉയർത്തി സഭയിൽ ആകമാനം ഒരു പുതിയ പെന്തക്കോസ്തയുടെ അഗ്നി കത്തുവാൻ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ സഭ കർത്താവിന്റെ ശുശ്രൂഷകൾക്കായി രാജ്യത്തിനായി മുന്നേറുവാൻ നമ്മൾ ഒരുമിച്ച് വിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, നന്ദി യേശുവേ. അങ്ങ് ചില അനുഗ്രഹങ്ങളുടെ നന്മകൾക്ക് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ, കുടുംബങ്ങളെ യുവജനങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഒരു നിമിഷം നിങ്ങള് ഷെക്കേനായി മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ ഒരു വലിയ ശുശ്രൂഷയാണ് ദൈവമക്കളെ. പ്രത്യേകിച്ച് നമ്മുടെ സെക്യുലർ വേൾഡിലേക്ക് നമ്മളവിടെ സത്യത്തിന് സാക്ഷ്യം നൽകുമ്പോൾ ഒരുപാട് പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളൊക്കെ നമുക്കുണ്ട്. ലോകദൃഷ്ടിയിൽ ബോഷന്മാരായ മീഡിയയുടെ ABCD അറിയാത്ത നമ്മെ കർത്താവ് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് അത് കർത്താവിന്റെ വലിയ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ, ഈശോയെ നന്ദി. അപ്പൊ ഇത് ദൈവത്തിന് വലിയൊരു പദ്ധതിയും പ്രവർത്തനമാണ് ദൈവമക്കൾ. അതുകൊണ്ട് ഒരുപാട് പ്രാർത്ഥന ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് അതിന് മാത്രമല്ല ശാലോമിനും ഗുഡ്നസിനും ഒക്കെ ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഷെക്കേന ഇതൊരു ന്യൂസ് ചാനൽ ആയതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥന ആവശ്യമുണ്ട്. ഹല്ലേലൂയ. പൊതുസമൂഹത്തിലേക്ക് സത്യസന്ധമായി നമ്മുടെ വാർത്തകൾ കൊണ്ടുവരുമ്പോൾ, വാർത്തകളിലുള്ള സത്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴൊക്കെ പലർക്കും അത് ഇഷ്ടപ്പെടാതെയും പലവിധ പ്രതിസന്ധികളൊക്കെ വരാം. അപ്പൊ അതെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാനായിട്ട് ഒത്തിരി നിങ്ങൾ ഈ മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒപ്പം ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാനുണ്ട്. ഒത്തിരിയേറെ ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ പലരും ഒത്തിരി സഹായിക്കുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, സാമ്പത്തികമായി ദൈവം അനുഗ്രഹിച്ചവരെ വിധവയുടെ കൊച്ചുകാശ് എന്ന പോലെ ഈ മാധ്യമ ശുശ്രൂഷ കഴിയുന്നപോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. അവരുടെ കുടുംബങ്ങളെ, തലമുറകളെ, ആവശ്യങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ധാരാളം പേര് ഈ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യാൻ മുന്നോട്ട് വരണം. മറ്റു പല വിധത്തിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. ഇതിനെക്കുറിച്ച് അനേകരോട് നിങ്ങൾ പറയണം. ഷെക്കേന ഇനിയും കേൾക്കാത്തവർ, അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷ അറിയിക്കുമ്പോൾ അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിന് ഒത്തിരി സന്തോഷമാണ്. നമുക്കൊന്ന് ചേർന്ന് ഷെക്കേന ന്യൂസിന് വേണ്ടി പ്രാർത്ഥന. ഒക്ടോബർ 7-ാം തീയതി സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അതെല്ലാം ആത്മീയമായി ഈശോ ആഗ്രഹിക്കുന്ന പോലെ അതെല്ലാം ക്രമപ്പെടുവാനായിട്ട്, ആ ദിനത്തിൽ എല്ലാ ശുശ്രൂഷകളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാനായിട്ട്, പ്രത്യേകിച്ച് ഒക്ടോബർ 1 മുതൽ 31 വരെ തിരുസഭയ്ക്ക് വേണ്ടി പ്രത്യേകം നിയോഗത്തോടു കൂടി, ഒപ്പം നമ്മുടെ നിയോഗങ്ങൾ ചേർത്ത് വെച്ച് നടത്തുന്ന ഹോളി വെപ്പൺ അമ്മ മാതാവിന് ചേർന്ന് നടത്തുന്ന ആ 31 ദിവസത്തെ ശുശ്രൂഷകൾ രാത്രി 9 മുതൽ 10 വരെ അതെല്ലാം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കാൻ വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഈ ശുശ്രൂഷകളിൽ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, കൃപ ചെയ്യണമേ, അഭിഷേകം പകരണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ സിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയെ നന്ദി, നന്ദി കർത്താവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. നിങ്ങൾ അഭിഷേകം ചെയ്തതിനായി, ഞങ്ങളെ കരം പിടിച്ച് നയിക്കുന്ന വിശ്വസ്തതയ്ക്കായി, ഞങ്ങളെ സഹായിക്കുവാൻ മാലാഖമാരെ തന്നതിനായി, മുഖ്യദൂതനെ നിയമിച്ചതിനായി നന്ദി കർത്താവേ. ഈശോയെ, 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 ഈശോയെ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. അങ്ങ് ചെയ്ത എല്ലാ ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഈശോയെ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ സംരക്ഷണത്തിനായി മാലാഖമാരെ നൽകിയ നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഓ